ആകട്ടെ. हमारे प्रभु यीशु मसीह का महिमा भरे नाम हमारे बीच में महिमा होने दे. ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യയായിരിക്കാൻ വലിയവനായ ദൈവം എനിക്കും ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദർഭം തന്നത് ഓർത്ത് പ്രാരംഭമായി ദൈവത്തെ സ്തുതിക്കട്ടെ. इस रात के समय में भी इस जगह में इकट्ठा होने के लिए हमारा स्वर्गीय बड़ा परमेश्वर ऐसा एक समय हमारे लिए ठहराया, इसलिए मैं प्रभु को धन्यवाद देता हूँ. ഞാൻ കേരളത്തിൽ തിരുവല്ല സെൻട്രൽ നിന്നാണ് ഇവിടെ ദൈവത്തിന്റെ വചനവുമായി കടന്നു വന്നിരിക്കുന്നത്. मैं केरला के तिरुवल्ला सेंटर में सेवा करता हूँ. आज आपके बीच में प्रभु के वचन के साथ मैं इधर उपस्थित हूँ. തിരുവല്ല സെൻട്രൽ പാസ്റ്റർ ബി ചാക്കോ നാഗപ്പൂർ സെൻട്രലിലുള്ളതായ എല്ലാ സുവിശേഷ വേലക്കാരോടും വിശ്വാസികളോടും തന്റെ സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിച്ചിട്ടുള്ള കാര്യം ഞാൻ പൊതുവിൽ അറിയിക്കുകയാണ്. हमारे सेंटर पास्टर पीवी चाको और वहाँ सेवा करने वाले सारे सेवकों और विश्वासियों के साथ आपके लिए हम स्तुति अभिनंदन करते हैं और आपकी सेवा के लिए भी हम प्रार्थना करते हैं. കേരളത്തിൽ ഇപ്പോൾ മഴക്കാലമാണ്. यहाँ जैसे बारिश है वैसे केरला में भी अभी बारिश हो रहा है. മഴക്കാലമെന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ കേരളത്തിൽ അതൊരു പനിക്കാലമാണെന്ന് കൂടെ പറയാൻ സാധിക്കും. ये बारिश है, एक तरह से कहा जाए तो वो एक बीमारी के समान है. എത്രയോ മനുഷ്യർ പലവിധമായ പനിയുടെ രോഗത്താൽ കേരളത്തിൽ ജനങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. कई जगह में लोग बुखार से कष्ट उठाते रहते हैं. അനേകാധിക മക്കളുടെ പ്രാർത്ഥനയാല് എനിക്കും ഇവിടെ കടന്നു വരുവാൻ കർത്താവ് സഹായിക്കുകയുണ്ടായി. कईयों की प्रार्थना के द्वारा आपके बीच में यहाँ आने के लिए प्रभु ने मुझे भी सहायता किया. സംഭവ ബഹുലമായ ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. हम ये संसार में एक भयानक समय में घड़ी में आ पहुंचे हैं, उस काल में हम जीवन बिताते हैं. ഈ വർഷത്തെ വേദപഠന ക്ലാസ്സിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സബ്ജക്റ്റ് കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവും അനന്തര സംഭവങ്ങളും എന്നുള്ളതാണ്. इस साल हम परमेश्वर के वचन को ध्यान करने के लिए चुना हुआ विषय प्रभु यीशु मसीह का दूसरा आगमन और अंतिम दिनों में होने वाले चिन्ह है. ഈ ദിവസങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ അധികമായി ദൈവത്തിന്റെ ആലോചന പലയിടത്തും സംസാരിക്കും നമുക്ക് കേൾക്കുവാൻ സാധിക്കും. इन दिनों में प्रभु की आत्मा के द्वारा इस विषय में कई बातों को हम सुनने जा रहे हैं. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഈ നാളുകളിൽ കൂടുതലായി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നു. इन दिनों में प्रभु का आत्मा अपने वचन के द्वारा इस बातों के बारे में हमारे बीच में बात करने दो. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ जब हमारे यीशु मसीह संसार में जीवन बिता रहा था, ദൈവ രാജ്യത്തിന്റെ വിത്ത് വിതയ്ക്കുവാൻ ലോകം മുഴുവനും വിശുദ്ധന്മാരെ അപ്പോസ്തലന്മാരെ ദൈവം അയച്ചു. प्रभु यीशु मसीह ये पूरे संसार में प्रभु यीशु मसीह का जो बीज है वो बोने के लिए कई सेवकों को उसने चारों तरफ उन्होंने भेजा. സുവിശേഷത്തിന്റെ വിത്ത് ഒന്നാം നൂറ്റാണ്ടിൽ ലോകം മുഴുവനും വിതയ്ക്കുകയുണ്ടായി. पहले शताब्दी में प्रभु यीशु मसीह का वचन या सुसमाचार का बीज पूरे संसार में बोया गया था. എന്നാൽ ആ കാലഘട്ടത്തിൽ തന്നെ ഒരു കൊയ്ത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് യേശുക്രിസ്തു പരാമർശിക്കുന്നത് തിരുവെഴുത്തിൽ കാണുവാൻ സാധിക്കും. प्रभु के वचन में हम देखते हैं यीशु मसीह ने उसी समय में एक कटनी के बारे में भी उसने प्रचार किया था. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കമാകുന്നുവെന്ന് യേശു പറയുകയുണ്ടായി. वहाँ यीशु मसीह ने कहा कटनी तो बहुत है लेकिन काटने वाले सेवक वो बहुत ही कमी है. അവിടെ കൊയ്ത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരു കൂട്ടം ജനത്തെ ഒരുക്കുക എന്നുള്ളതാണ്. वहाँ कटनी करके कहा जाने वाले पद जो है प्रभु यीशु मसीह के जो आगमन है उस आगमन के लिए एक झुंड लोगों को अलग करने वाले बातों को ही प्रभु ने उल्लेख किया. ആദിമ നൂറ്റാണ്ടിൽ ദൈവരാജ്യത്തിന്റെ വിത്ത് ലോകം മുഴുവനും വിതച്ചു. पहले शताब्दी में प्रभु यीशु मसीह के राज्य के बारे में ठहराया हुआ बीज पूरे संसार में बोया गया था. വളർന്ന് പാകമായ ധാന്യങ്ങളെ കൊയ്ത് കളപ്പുരയിൽ ശേഖരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത്. आज आप और मैं जो बीज बोया गया है वो बढ़कर उसको काट के कलिहान में इकट्ठा करने वाले समय पर हम आ पहुंचे हैं. ആകയാൽ കർത്താവിന്റെ വരവിനോട് നമ്മൾ ഏറ്റവും അധികം അടുത്തിരിക്കുന്നു. हम प्रभु यीशु मसीह के आगमन के बहुत ही निकट हम आ पहुंचे हैं.
ആകയാൽ കർത്താവിന്റെ മടങ്ങിവരവ് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ जब हम प्रभु यीशु मसीह के दूसरा आगमन उस विषय के बारे में हम पढ़ने के समय ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തോട് ഈ വിഷയത്തിന് വളരെ ബന്ധമുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും. आज आप और मैं जो समय में हम जीवन बिताते हैं, ये जीवन के साथ प्रभु यीशु मसीह का आगमन को हम तुलना किए हुए हम देख सकते हैं. കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്ന് പറയുന്നത് जब प्रभु यीशु मसीह का आने वाले उस अनुभव के बारे में हम देखने के समय അത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രത്യാശയും ധൈര്യവും ഉറപ്പുമാണെന്ന് കാണുവാൻ കഴിയുന്നു. वो मसीह जीवन में जीवन बिताने वाले हरेकों के लिए एक आशा और दृढ़ निश्चय होकर पाया जाता है. മറ്റൊരാളിൽ പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ നട്ടെല്ലാകുന്നു യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്ന വിഷയം. और दूसरे शब्द में कहा जाए तो ये मसीह जीवन में हर एक लोगों के लिए ये मसीह जीवन में प्रभु यीशु मसीह का दूसरा आगमन उसके रीढ़ का हड्डी होकर पाया जाता है. ലോകത്തിൽ കോടിക്കണക്കിനായി മനുഷ്യർ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. इस संसार में करोड़ों लोग यीशु मसीह के उस दूसरे आगमन के लिए आशा के साथ इंतजार करते हैं. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം നമുക്ക് നേരെ ഉയർന്നു വരുവാൻ സാധ്യതയുണ്ട്. स्वाभाविक रीति से हम हरेकों के भीतर ऐसे एक सवाल उत्पन्न होता है, കർത്താവായ യേശുക്രിസ്തു മടങ്ങിവരും എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ നിശ്ചയമായിട്ടും ഉറച്ച് വിശ്വസിക്കുന്നത്? प्रभु यीशु मसीह के दूसरा आगमन के बारे में निश्चय रीति से दृढ़ता के साथ क्यों हमें विश्वास करना है? അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് എഴുതിയ രണ്ടാം ലേഖനത്തിലേക്ക് വരുമ്പോൾ जब हम प्रेरित पत्रस अपनी दूसरा पत्रिका जब वो लिखता है वहां हम आने के समय അതിന്റെ 1-ാം അധ്യായം 20 21 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. उसके पहले अध्याय के 20 और 21 वचन में हम ऐसे पढ़ते हैं. അവിടെ വിശുദ്ധ പത്രോസ് ആത്മപ്രേരിതനായി പറയുകയാണ്, वहां संत पत्रस ऐसे वो कहता है, തിരുവിടത്തിലെ പ്രവചനങ്ങൾ ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായത് അല്ല. वहां पत्रस ऐसा लिखता है कि प्रभु यीशु मसीह के वचन में लिखा हुआ हर एक भविष्यवाणी का वचन वो स्वाभाविक रीति से नहीं लिखा गया है. അത് മനുഷ്യന്റെ ഇഷ്ടത്തിൽ നിന്ന് വന്നതും അല്ല. वो मनुष्य के इच्छा के अनुसार लिखा हुआ वचन नहीं है. മറിച്ച് തിരുവിടത്തിലെ പ്രവചനങ്ങൾ എന്ന് പറയുമ്പോൾ जब भविष्यवाणी के वचन के बारे में जब वहां हम कहने के समय ദൈവത്തിന്റെ കൃപയാൽ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിക്കുന്നതാണ് തിരുവിടത്തിലെ പ്രവചനങ്ങൾ. ये परमेश्वर का वचन ऐसे एक वचन है जो परमेश्वर के अनुग्रह के द्वारा पवित्र आत्मा के अगुवाई से कहा गया हुआ प्रभु का वचन है. അതുകൊണ്ട് തിരുവിടത്തിലെ പ്രവചനങ്ങൾക്ക് ഒരിക്കൽ പോലും തെറ്റ് സംഭവിക്കുവാനിടയില്ല. इसीलिए प्रभु यीशु मसीह के उस भविष्यवाणी के वचन में कदापि कोई गलत कहीं नहीं होगा. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ പഠിക്കുമ്പോൾ തിരുവിടത്തിൽ ആയിരക്കണക്കിനായി പ്രവചനങ്ങളെ കാണുവാൻ സാധിക്കുന്നു. जब हम उत्पत्ति से लेकर प्रकाशित वाक्य तक पढ़ने के समय प्रभु के वचन में हजारों भविष्यवाणी के पद को हम पढ़ सकते हैं. ഈ പ്രവചനങ്ങളൊന്നും ഒരിക്കൽ പോലും മനുഷ്യന്റെ ജ്ഞാനത്തിൽ നിന്നോ അവന്റെ വ്യക്തിപരമായ താല്പര്യത്തിൽ നിന്നോ ഉളവായതല്ല. ये हर एक वचन मनुष्य के ज्ञान के द्वारा नहीं तो उसकी इच्छा के द्वारा लिखा गया हुआ भविष्यवाणी का वचन नहीं है. തിരുവിടത്തിലെ പ്രവചനങ്ങൾ ഓരോന്നും സത്യമാകുന്നു എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്. ये प्रभु के वचन के हर एक भविष्यवाणी की बातें जो है वो सच्चाई है कर इतिहास कहता है. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനവും അവന്റെ ജീവിതവും അവന്റെ മരണവും അവന്റെ പുനരുത്ഥാനവും നമ്മൾ കാണുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവിതം തിരുവിടത്തിൽ എത്രമാത്രം വ്യക്തമായി എഴുതിയിരുന്നുവെന്ന് കാണുവാൻ സാധിക്കും. जब हमारे प्रभु यीशु मसीह के उसके जन्म उसका जीवन और उसके मृत्यु को देखने के समय प्रभु यीशु मसीह के द्वारा लिखा गया हुआ हर एक भविष्यवाणी के वचन कितना वास्तविक है कर हम जान सकते हैं. കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും യാദൃച്ഛികമായി ലോകത്തിൽ ജനിച്ചവനല്ല. हमारा यीशु मसीह अचानक ऐसे ही इस पृथ्वी में आया नहीं है. യേശുക്രിസ്തുവിന്റെ മരണവും യാദൃച്ഛികമായിട്ടല്ലായിരുന്നു. हमारा यीशु मसीह का मृत्यु भी ऐसे ही नाकारण हुआ नहीं है. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും യാദൃച്ഛികമായ ഒരു സംഭവമല്ലായിരുന്നു. हमारे यीशु मसीह का पुनरुत्थान जी उठना भी ऐसे ही नाम के लिए हुआ घटना नहीं है. കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് വിശുദ്ധ പ്രവാചകന്മാർ എഴുതി വെച്ചു യേശു ജനിക്കുമെന്ന്. यीशु मसीह के जन्म के कई 100 साल के पहले ही कई संत लोग उसके जन्म के बारे में भविष्यवाणी का वचन प्रभु के वचन में उन्होंने लिखा है.
സംഖ്യാപുസ്തകം 24-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ जब हम गिनती का पुस्तक 24वां अध्याय के 17 वचन में हम आने के समय ക്രിസ്തുവിന് 1440 സംവത്സരങ്ങൾക്ക് അപ്പുറത്ത് ये मसीह के पूर्व 440 साल के पहले പ്രവാചകനെ മോശ ന്യായപ്രമാണ പുസ്തകം എഴുതുമ്പോൾ जब मूसा न्याय के पुस्तक जब वो लिख रहा था അവിടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ തിരുവവതാരത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നു. वहाँ वो प्रभु यीशु मसीह के इस पृथ्वी में आने के अवतार के बारे में वो उल्लेख करता है. സംഖ്യാപുസ്തകം 24-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് വായിക്കാം. गिनती का पुस्तक 24वां अध्याय के 17 वचन. मैं उसको देखूंगा तो सही परंतु अभी नहीं, मैं उसको निहारूंगा तो सही परंतु समीप हो के नहीं. याकूब में से एक तारा उदय होगा और इस्राएल में से एक राजदंड उठेगा जो मोआब की अलंगों को चूर कर देगा और सब दंगा करने वालों को गिरा देगा. ഞാൻ അവനെ കാണും, ഇപ്പോൾ അല്ല താനും. ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ല താനും. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. याकूब में से एक तारा उदय होगा, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. इस्राएल में से एक राजदंड उठेगा. യാക്കോബിൽ നിന്നൊരു നക്ഷത്രമായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് യേശുദേവൻ ഉദിച്ചുയർന്നു. याकूब के एक तारा के समान यीशु मसीह 2000 साल के पहले इस पृथ्वी में उदय हुआ. ക്രിസ്തുവിന് 1440 സംവത്സരങ്ങൾക്കപ്പുറത്താണ് യേശുക്രിസ്തു യാക്കോബിൽ നിന്നും ഒരു നക്ഷത്രമായി ഉദിക്കുമെന്ന് തിരുവെഴുത്തിൽ പ്രവചിച്ചിരിക്കുന്നത്. प्रभु के वचन में मसीह के पूर्व 1440 साल के पहले प्रभु यीशु मसीह याकूब के एक तारे के समान उदय होगा कर लिखा गया है. ക്രിസ്തുവിന് 650 സംവത്സരങ്ങൾക്കപ്പുറത്ത് यीशु मसीह के पूर्व 650 साल के पहले പ്രവാചകനായ മീഖ ക്രിസ്തു എവിടെ ജനിക്കുമെന്ന് കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. भविष्यवक्ता मीका जो है यीशु मसीह का जन्म कौन से स्थान में होगा करके वो भविष्यवाणी कहता है. മീഖയുടെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ जब हम मीका के पुस्तक 5वां अध्याय के 2 वचन में हम आने के समय ബേത്ലഹേം എന്ന പട്ടണത്തിൽ യേശു അവതരിക്കുമെന്ന് വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. वहां स्पष्ट रीति से ऐसा लिखा गया है कि यीशु मसीह का जन्म बेतलहम नामक स्थान में होगा. പ്രവാചകൻ ബേത്ലഹേമിനെ നോക്കി ഇപ്രകാരം വിളിച്ചു പറയുകയാണ്, वहां भविष्यवाणी लिखा हुआ भविष्यवक्ता ऐसे वो कहता है, നീയോ ബേത്ലഹേമേ, हे बेतलहम, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും तू यहूदा के हजारों में से छोटा रहने पर भी എന്റെ ജനത്തിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. तो भी तुझ में से एक पुरुष निकलेगा जो इस्राएल में प्रभुता करेगा. ഈ പ്രവചന അക്ഷരം പ്രതി നിവർത്തിച്ചുകൊണ്ട് യേശു ബേത്ലഹേമിൽ ജനിക്കുവാനിടയായി തീർന്നു. इस वचन के अनुसार ही हमारे यीशु मसीह का जन्म बेतलेहम नामक जगह में हुआ. ക്രിസ്തുവിന് 700 സംവത്സരങ്ങൾക്കപ്പുറത്ത് പ്രവാചകനെ യെശയ്യാവ് പ്രവചിച്ചു. यीशु मसीह के पूर्व 700 साल के पहले यशायाह नबी भी इसके बारे में भविष्यवाणी कहा. യേശു എപ്രകാരം ജനിക്കുമെന്നാണ് യെശയ്യാവ് പ്രവചിച്ചിരിക്കുന്നത്. वहां यशायाह ने ऐसे भविष्यवाणी दिया कि हमारे यीशु मसीह इफ्राता में जन्म होगा. അവിടെ നമ്മൾ വായിക്കുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. वहां एक कन्या स्त्री एक बालक को जन्म देगा करके वो भविष्यवाणी कहता है അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം. और उसका नाम इम्मानुएल कर लिखा जाएगा. ഈ പ്രവചനം അക്ഷരം പ്രതി നിവർത്തിച്ചുകൊണ്ട് इस जगत में रहकर നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കന്യകയിൽ ഭൂജാതനായി. हमारा यीशु मसीह कन्या के गर्भ में वो धारण लिया. ആകയാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി ഒരിക്കലും യാദൃച്ഛികമായ സംഭവമായിരുന്നില്ല. इसीलिए हमारे यीशु मसीह को इस संसार में आने वाला उसका अवतार जो है वो अचानक हुआ एक घटना नहीं है. അവൻ യാക്കോബിൽ നിന്നൊരു നക്ഷത്രമായി ഉദിച്ചുയർന്നു. वो याकूब में एक तारा के समान उदय हुआ है. അവൻ ബേത്ലഹേം എഫ്രാത്തയിൽ പിറന്നു വീണു. वो बेतलेहम के एफ्राता के नामक जगह में उसने जन्म लिया है. കന്യക ഗർഭിണിയായി ആ മകനെ പ്രസവിച്ചു. और कन्या स्त्री के गर्भ में बालक होकर उत्पन्न हुआ. കർത്താവ് യേശുക്രിസ്തുവിന്റെ ജനനം മാത്രമല്ല, उसके जन्म इतना ही नहीं,
കർത്താവ് യേശുക്രിസ്തുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും എല്ലാം തിരുവിടത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. हमारे प्रभु यीशु मसीह के जीवन और उसका मृत्यु और उसका जी उठना भी प्रभु यीशु मसीह के वचन में जो भविष्यवाणी हुआ उसके द्वारा ही पूरा हुआ है. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ जब हम पहला कुरिन्थी 15 अध्याय के 3रा वचन में हम आने के समय അവിടെ വിശുദ്ധ പൗലോസ് യേശുവിന്റെ മരണത്തെ കുറിച്ച് പറയുകയാണ്. वहाँ संत पौलुस प्रभु यीशु मसीह के मृत्यु के बारे में कहता है. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. हमारा प्रभु यीशु मसीह हमारे पाप के लिए जैसे उसके वचन में लिखा गया है वैसे ही वो मरा, അടക്കപ്പെട്ടു, और उसको गाड़ा गया, തിരുവെഴുത്തുകളും പ്രകാരം ഉയർത്തെഴുന്നേറ്റു. और जैसे उसके वचन में लिखा गया है वैसे ही वो जी उठा. 1 കൊരിന്ത്യർ 15-ന്റെ 3-ാം വാക്യവും കൂടെ ഒന്ന് വായിച്ചാട്ടെ. हमारा ध्यान उस 3रा वचन की ओर आएंगे. इसी कारण मैंने सबसे पहले तुम्हें वही बात पहुंचा दी जो मुझे पहुंची थी कि पवित्र शास्त्र के वचन के अनुसार यीशु मसीह हमारे पापों के लिए मर गया. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. हमारा प्रभु यीशु मसीह हमारे पापों के लिए जैसे वचन में लिखा गया है वैसे ही वो मर गया. എന്നാണ് തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു എന്ന് വെച്ചാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. यहाँ प्रभु का वचन के अनुसार वो मरा है, इससे हम क्या जान सकते हैं? കർത്താവായ യേശുക്രിസ്തു എപ്രകാരം മരിക്കുമെന്ന് ക്രിസ്തുവിന് എത്രയോ കാലങ്ങൾക്കപ്പുറത്ത് തിരുവെഴുത്തുകളിൽ പ്രവാചകന്മാർ എഴുതി हमारा വെച്ചിട്ടുണ്ട്. प्रभु यीशु मसीह का मृत्यु किस तरीके से होगा कर उसके जन्म होने के कई सालों के पहले ही भविष्यवाणी के द्वारा भविष्यवक्ता के पुस्तक में लिखा गया है. അവൻ ഏത് വിധത്തിൽ കഷ്ടം സഹിച്ചു മരിക്കുമെന്ന് തിരുവെഴുത്തിൽ പ്രവാചകന്മാർ वो രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. किस रीति से दुख उठाकर वो मृत्यु को पाएगा कर भविष्यवाणी की पुस्तक में लिखा गया है. 22-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുവാൻ സാധ്യതയുണ്ട്. जब हम भजन संगीता उसके 22 में हम पढ़ने के समय हम अद्भुत हो जाएंगे. ദാവീദ് എഴുതിയ ആ സങ്കീർത്തനത്തിൽ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ മനോഹരമായ ഒരു ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. दाऊद लिखा हुआ भजन संगीता में यीशु मसीह के मृत्यु के अनोखा बातों को वहां हम पढ़ सकते हैं. നമ്മുടെ കർത്താവ് കാൽവറിയിൽ കഷ്ടം അനുഭവിക്കുമ്പോൾ हमारे यीशु मसीह जब काल्वरी क्रूस में कष्ट को सहन किया, കൂരിരുളിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. वो अंधकार में रहकर लोगों को अपनी ज्योति को दिया. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ട് കളഞ്ഞതെന്ന്. मेरा प्रभु तूने मेरे हाथ को क्यों छोड़ दिया? കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് വിളിച്ചു ചോദിക്കുകയാണ്, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ട് കളഞ്ഞത്. हमारे प्रभु यीशु मसीह काल्वरी क्रूस में लटकते हुए वो पिता की ओर देखकर पुकारता है, हे मेरे पिता क्यों तूने मेरे हाथ को छोड़ दिया? ക്രിസ്തുവിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് എഴുതി 22-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ मसीह के पूर्व कई सालों के पहले जब हम भजन संगीता 22वां अध्याय में पढ़ने के समय ആ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇതേ വാചകത്തോടു കൂടെയാണ് ആരംഭിക്കുന്നത്. वो भजन इसी बातों को उल्लेख करते हुए आरंभ होता है. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ട് കളഞ്ഞതുണ്ട്. हे मेरे परमेश्वर तूने मेरे हाथ को क्यों छोड़ दिया? പ്രിയ സഹോദരി സഹോദരന്മാരെ, हम मेरे प्रिय भाई और मेरे प्रिय बहन, തിരുവെഴുത്തിലെ വിശുദ്ധ പ്രവചനങ്ങൾ നിവർത്തിച്ചുകൊണ്ട് യേശു തമ്പുരാൻ തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. प्रभु का वचन में लिखा हुआ हर एक भविष्यवाणी के अनुसार ही हमारा प्रभु यीशु मसीह इस पृथ्वी में आकर मर गया. തിരുവെഴുത്തുകളും പ്രകാരം അവൻ അടക്കപ്പെട്ടു. वो प्रभु के वचन के अनुसार ही वो गाड़ा गया. എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് തിരുവെഴുത്ത് വിളിച്ചു പറഞ്ഞു. संतों को सड़ने नहीं दूंगा करके जैसे प्रभु का वचन कहता है वैसे ही उसके जीवन में पूरा हुआ. ആ പ്രവചനം നിവർത്തിച്ചുകൊണ്ട് യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. उस वचन को पूरा होने के लिए ही हमारे यीशु मसीह मरकर वो जी उठा है. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്. प्रभु यीशु मसीह के जी उठना हमारा इतिहास एक गवाही है. മാനവജാതിയുടെ ഇന്നോളമുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അതിന് 6000 വർഷത്തെ പഴക്കമാണുള്ളത്. जब हम मानव जाति के इस इतिहास को देखने के समय लगभग 6000 साल का अंतर को हम देख सकते हैं. ഇതിനെ രണ്ടായി ചരിത്രം തിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. इस इतिहास को हम दो रीति से बंटवारा करके हम देख सकते हैं. ആദ്യത്തെ 4000 വർഷങ്ങൾ BC എന്നും इस 4000 साल को मसीह के पूर्व होकर
അവസാനത്തെ 2000 വർഷങ്ങൾ ഏടി എന്നും അറിയപ്പെടുന്നു. और आखिरी 2000 साल को मसीह के बाद में होकर हम देख सकते हैं. ഈ രണ്ട് കാലഘട്ടത്തിനുമിടയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. इस 2000 साल में इस दो भाग में हमारे यीशु मसीह इस पृथ्वी में आकर गया हुआ भाग होकर देख सकते हैं. ഇത് ഏടി 2017 ആകുന്നു എന്ന് പറഞ്ഞാൽ अभी हम मसीह के बाद 2017 साल करके कहने के समय നമ്മുടെ കർത്താവിന്റെ വർഷം 2017 എന്നാണ് അതിന്റെ അർത്ഥം. हमारा प्रभु यीशु मसीह इस संसार में आकर 2017 साल हो बीत चुका है कर उसका अर्थ है. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ വന്ന് തന്റെ പ്രവൃത്തി തികച്ചിട്ട് 2017 വർഷം തികഞ്ഞിരിക്കുന്നു. हमारा प्रभु यीशु मसीह इस संसार में आकर अपने हर एक कामों को पूरा करके लगभग 2017 साल बीत चुका है. അത് സകല മാനവജാതി അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. ये हर एक मानव जाति इसको ग्रहण करने वाला एक सच्चाई है. അത് ഹിന്ദുവായാലും അംഗീകരിക്കും, हिंदू धर्म के लोग हो सकते हैं, ഇസ്ലാം ആയാലും അംഗീകരിക്കും, वो मुसलमान के लोग भी हो सकते हैं, യഹൂദനായാലും അംഗീകരിക്കും, वो यहूदी धर्म के लोग भी हो सकते हैं. ഇത് ഏടി 2017 എന്ന് പറഞ്ഞാൽ जब मसीह के बाद 2017 साल करके जब हम कहते हैं കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ വന്നിട്ട് 2017 സംവത്സരമായി. हमारा प्रभु यीशु मसीह इस संसार में आकर करीबन 2017 साल बीत चुका है. അതിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, इसीलिए प्रिय भाइयों और बहनों, കർത്താവ് യേശുക്രിസ്തുവിന്റെ ജനനത്തിനും മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ചരിത്രം സാക്ഷിയാണ്. हमारा प्रभु यीशु मसीह का जन्म और उसका जीवन और उसका मृत्यु इस इतिहास उसके बारे में गवाही देता है. അതിൽ എന്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ചോദിച്ചാൽ, यदि हम ऐसे पूछते हैं कि क्यों हमें प्रभु यीशु मसीह के दूसरे आगमन के प्रति विश्वास करना है, तो കർത്താവ് യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കാളും മരണത്തെക്കാളും എത്രയോ അധികം പ്രവചനങ്ങൾ കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് തിരുവെഴുത്തിലുണ്ട്. प्रभु के वचन में प्रभु यीशु मसीह के जन्म के बारे में, उसके मृत्यु के बारे में, उससे भी कई बार अधिक उसके वापस आने वाले के बारे में प्रभु के वचन में लिखा गया है. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ യേശുവിന്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള പ്രവചനങ്ങൾ തീരെ ചുരുക്കമാകുന്നു. जब हम प्रभु यीशु मसीह के दूसरा आगमन के बारे में उसके भविष्यवाणी के वचन को हम तुलना करने के समय प्रभु के जन्म और उसके जीवन के बारे में लिखा हुआ भविष्यवाणी का वचन बहुत ही थोड़ा है. ആ പ്രവചനങ്ങളൊക്കെ അക്ഷരം പ്രതി നിവർത്തിച്ച് യേശു ജനിച്ചു മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ हमारा प्रभु यीशु मसीह जैसे उसके बारे में लिखा हुआ भविष्यवाणी के अनुसार ही यदि वो जन्म लेकर जीवन बिताकर मरकर और गाड़ा गया है, तो കർത്താവ് യേശുക്രിസ്തു മടങ്ങി വരുമെന്നുള്ള പ്രവചനവും അക്ഷരം പ്രതി നിവർത്തിക്കുക തന്നെ ചെയ്യും. हमारा प्रभु यीशु मसीह का दूसरा आगमन का भविष्यवाणी का वचन भी वास्तविक तौर से वो पूरा होगा. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന മക്കൾ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. इस रात के समय विश्वास करने वाले हर एक प्रभु के लोग हाथ उठाकर हालेलुया बोलिए. തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ जब हम प्रभु के वचन को हम पढ़ने के समय ഏതാണ്ട് 1845 പ്രാവശ്യം യേശുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് തിരുവെഴുത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. प्रभु के वचन में लगभग 1845 बार प्रभु यीशु मसीह के दोबारा लौटने के बारे में भविष्यवाणी का वचन लिखा गया है. തിരുവെഴുത്തിലെ പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ जब हम प्रभु के वचन के नया नियम में आते हैं, 216 അധ്യായങ്ങളാണ് പുതിയ നിയമത്തിനകത്തുള്ളത്. वहां लगभग 216 अध्याय उसके बारे में लिखा गया है. അതിൽ 318 പ്രാവശ്യം യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പരാമർശിക്കുന്നു. उसमें लगभग 318 बार प्रभु यीशु मसीह के दूसरा आगमन के बारे में कहा गया हुआ भविष्यवाणी का वचन है. കേവലം 216 അധ്യായങ്ങളിൽ 318 പ്രാവശ്യം യേശുവിന്റെ വരവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ പരാമർശിക്കുന്നുണ്ട്. 216 अध्याय में लगभग 318 बार प्रभु यीशु मसीह के दूसरा आगमन के बारे में भविष्यवाणी का वचन लिखा है. അത് മാത്രവുമല്ല, इतना ही नहीं, പഴയ നിയമത്തിലെ 17 പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചാൽ जब हम पुराने नियम के 17 पुस्तक को हम पढ़ने के समय ആ പുസ്തകത്തിന്റെ ടോട്ടൽ കണ്ടന്റ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. उसमें अधिकांश सारे भागों में यीशु मसीह के दूसरा आगमन के बारे में लिखा है. പുതിയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാണല്ലോ വെളിപ്പാട് പുസ്തകം. हमारे नया नियम के सबसे आखिरी पुस्तक प्रकाशित वाक्य पुस्तक है. വെളിപ്പാട് പുസ്തകത്തിലെ മുഴുവൻ
പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവും അനന്തര സംഭവങ്ങളുമാണ്. प्रकाशित वाक्य का पूरा पुस्तक है यीशु मसीह का दूसरा आगमन और अनंत काल के जीवन के बारे में उल्लेख किया हुआ पुस्तक है। ഈ നിലവാരത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ जब हम इसके बारे में पढ़ने के समय കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് തിരുവെടുത്ത് അനേക പ്രവചനങ്ങളുള്ളതായി കാണുവാൻ സാധിക്കും. प्रभु का वचन में प्रभु यीशु मसीह के दूसरा आगमन के बारे में कई भविष्यवाणी को हम देख सकते हैं। യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള തിരുവെടുത്തിലെ പ്രവചനങ്ങളെ 7 നമുക്ക് തിരിക്കാം. जब हम प्रभु के वचन के जो भविष्यवाणी लिखा गया है उस भविष्यवाणी को हम 7 अनुभव में हम बांट सकते हैं। യേശുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് 7 വിധത്തിലുള്ള പ്രവചനങ്ങൾ തിരുവെടുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. प्रभु के वचन में प्रभु यीशु मसीह के दूसरे आगमन के बारे में कहा गया हुआ भविष्यवाणियों को 7 लोगों ने बांट कर उन्होंने कहा था। അതിൽ ഒന്നാമത്തെ പ്രവചനം ഹാനോക്കിന്റെ പ്രവചനമാണ്. उसका पहला भविष्यवाणी हानोक के द्वारा दिया गया हुआ भविष्यवाणी का वचन है। തിരുവെടുത്തിൽ പറയുന്ന ആദ്യത്തെ പ്രവാചകനാണ് ഹാനോക്ക്. प्रभु के वचन में सबसे पहला भविष्यवाणी किया हुआ व्यक्ति ये हानोक है। ഹാനോക്ക് ഒരു പ്രവചനം പ്രവചിച്ചതായിട്ട് തിരുവെടുത്തിൽ നമുക്ക് കാണുവാനും സാധിക്കുന്നുണ്ട്. प्रभु के वचन में हानोक ने एक भविष्यवाणी किया है कहकर प्रभु के वचन में हम पढ़ सकते हैं। അത് യൂദയുടെ പുസ്തകം 14 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. उस भविष्यवाणी के वचन को यहूदा के पुष्पत्रिका 17 वचन में हम पढ़ सकते हैं। അത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചാണ് और പറഞ്ഞിരിക്കുന്നത്. वो वचन भी हमारे प्रभु यीशु मसीह के दूसरा आगमन के बारे में लिखा हुआ वचन है। ആകയാൽ തിരുവെടുത്തിലെ ആദ്യത്തെ പ്രവാചകന്റെ ഒരേ ഒരു പ്രവചനം കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചാണ്. ये प्रभु के वचन में सबसे पहला भविष्यवक्ता का एक सबसे पहला भविष्यवाणी प्रभु यीशु मसीह के दूसरा आगमन के बारे में था। രണ്ടാമത് കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. दूसरा प्रभु यीशु मसीह के दूसरा आगमन के बारे में യോഹന്നാ बपतिस्मा देने वाला ने भविष्यवाणी किया। യോഹന്നാൻ സ്നാപകൻ എന്താണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്? യോഹന്നാ बपतिस्मा देने वाला ऐसा उसने पुकार कर संसार को देखकर कहा, കർത്താവിന് വഴിയൊരുക്കുവീൻ, मैंने मार्ग को बनाने के लिए, കർത്താവിന് വഴിയൊരുക്കുവീൻ, परमेश्वर के लिए मार्ग बनाने के लिए അവന്റെ പാത നിരപ്പാക്കുവീൻ, और उसके मार्ग को बनाने के लिए വരുവാനുള്ള കോപത്തെ വിട്ട് ഓടിപ്പോകുവീൻ. आने वाले क्रोध से बचकर യോഹന്നാൻ സ്നാപകൻ യേശുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. യോഹन्ना बपतिस्मा देने वाला यीशु मसीह के दूसरा आगमन के बारे में पुकार कर इस संसार को देखकर वो कहता है। മൂന്നാമത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തന്നെ അവന്റെ വരവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കുന്നു. तीसरा हमारे प्रभु यीशु मसीह स्वयं अपने दूसरा आगमन के बारे में कहते हुए हम देख सकते हैं। യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിലേക്ക് വരുമ്പോൾ जब हम यूहन्ना सुसमाचार 14 अध्याय में माने के समय യേശുക്രിസ്തു ഇപ്രകാരം പറയുകയാണ്, वहाँ यीशु मसीह इस प्रकार कहता है, ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. मैं तुम्हारे लिए एक जगह तैयार करने के लिए जा रहा हूँ। ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ जब मैं तुम्हारे लिए एक जगह तैयार कर सकूंगा ഞാൻ പിന്നെയും നിങ്ങളുടെ അരികിലേക്ക് മടങ്ങി വരും. मैं वापस तुम्हारे पास लौट आऊंगा। വീണ്ടും കർത്താവ് യേശുക്രിസ്തുവിന്റെ അന്ത്യപ്രഭാഷണത്തിൽ और उसके अंतिम बोझ में കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, वहां उसने अपने चेलों को देखकर ऐसा कहा, നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രം വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. जब तुम इंतजार नहीं करोगे तब मनुष्य का पुत्र प्रकट होगा, तब तुम उनके लिए भांज जोकर उसको मुलाकात करना। കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് അവൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. प्रभु यीशु मसीह के दूसरा आगमन के बारे में यीशु मसीह स्वयं एक गवाही है। നാലാമത് ശുഭ്രവസ്ത്രം ധരിച്ച 2 പുരുഷന്മാരുടെ സാക്ഷ്യം കാണുവാൻ സാധിക്കുന്നു. चौथा श्वेत वस्त्र पहना हुआ 2 पुरुष लोग उसके आगमन के बारे में गवाही देते हैं। യേശുക്രിസ്തു ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തു. जब प्रभु यीशु मसीह जैतून पहाड़ में जब वो स्वर्ग आरोहण हो गया, അവന്റെ ശിഷ്യന്മാർ ആ സ്വർഗാരോഹണം കണ്ടുകൊണ്ട് ഒലിവുമലയുടെ അടിവാരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. उनके 6 लोग यीशु मसीह जब स्वर्ग में उठा लिया गया था तब जैतून पहाड़ की ओर जब वे ताक रहे थे, പെട്ടെന്ന് ശുഭ്രവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവിടെ കടന്നു വന്നു. तुरंत श्वेत वस्त्र पहना हुआ 2 पुरुष लोग उनके सामने प्रकट हो गए हैं। ആ പുരുഷന്മാർ യേശുവിന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, वो 2 श्वेत वस्त्र पुरुष धारण किए हुए लोग चेलों को देखकर ऐसे कहा, ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? हे गलीली के पुरुषों, तुम आकाश की ओर क्यों ताक रहे हो? നിങ്ങൾ ഈ പോകുന്നത് കാണുന്നത് പോലെ ഈ യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരും. ये यीशु मसीह जो तुम्हारे आंखों के सामने स्वर्ग में उठा लिया गया,
वैसे ही वो वापस ആ लौटेगा। രണ്ട് പുരുഷന്മാരും യേശുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. वो दो पुरुष भी यीशु मसीह के दूसरे आगमन के बारे में गवाही दिए हैं। അഞ്ചാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത് पांचवा हम देखने के समय ദൈവദൂതന്മാരുടെ സാക്ഷ്യമാണ്. परमेश्वर के दूतों के द्वारा दिया हुआ एक गवाही है। അത് ഗബ്രിയേലിന്റെയും മീഖായേലിന്റെയും സാക്ഷ്യമാണ്. वो गब्रिएल और मिकाएल ने दिया हुआ एक गवाही है। തിരുവെഴുത്തിലെ അവസാനത്തെ പുസ്തകമാണല്ലോ വെളിപ്പാട് പുസ്തകം. हमारे प्रभु के वचन के आखिरी पुस्तक है प्रकाशित वाक्य का पुस्तक। വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കർത്താവിന്റെ മടങ്ങിവരവും അനന്തരമായി ലോകത്തിൽ നടക്കേണ്ട സംഭവങ്ങളുമാണ്. वहाँ प्रभु का प्रकाशित वाक्य में लिखा हुआ हर एक वचन जो है प्रभु यीशु मसीह के दूसरा आगमन और अंतिम दिनों में होने वाले हर एक घटना के बारे में उल्लेख किया गया है। 4 ആത്മവ്യവസ്ഥകളിലൂടെ 50 ദർശനങ്ങളായി ദൈവം യോഹന്നാനത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. प्रेरित യോഹന്നാൻ को प्रभु आत्मा में विवश होकर 50 दर्शन देकर प्रभु ने हर एक बातों को उसको प्रकट करके दिया। ഈ സംഭവങ്ങൾ യോഹന്നാനെ അറിയിക്കുന്ന ദൈവത്തിന്റെ ദൂതനാണ്. ये हर एक बातें संसार को प्रकट करने के लिए कहा हुआ ये स्वर्गदूत है। ഭാവിയിൽ സംഭവിക്കേണ്ട എല്ലാ കാര്യങ്ങളും യോഹന്നാനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവത്തിന്റെ ദൂതനാണെന്ന് കാണുവാൻ സാധിക്കുന്നു. भविष्य काल में होने वाले हर एक घटनाओं को प्रेरित यूहन्ना के लिए प्रकट करके दिया हुआ ये एक स्वर्गदूत था। അതുകൊണ്ട് കർത്താവിന്റെ മടങ്ങിവരവിന് അവരും സാക്ഷികളാണെന്ന് കാണുവാൻ സാധിക്കുന്നു. इसीलिए वहां हम देख सकते हैं कि प्रभु यीशु मसीह के दूसरा आगमन के बारे में ये स्वर्गदूत एक गवाही होकर ठहराए गए। ആറാമത് വിശുദ്ധ അപ്പോസ്തലന്മാർ യേശുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. और छठवां संत प्रेरित लोग प्रभु यीशु मसीह के दूसरा आगमन के बारे में उन्होंने गवाही दिया। വിശുദ്ധ പത്രോസ് യേശുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. संत पतरस ने यीशु मसीह के दूसरा आगमन के बारे में गवाही दिया। വിശുദ്ധ യാക്കോബ് യേശുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. संत याकूब ने यीशु मसीह के दूसरा आगमन के बारे में गवाही दिया। വിശുദ്ധ പൗലോസ് യേശുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. संत पौलुस यीशु मसीह के दूसरा आगमन के बारे में गवाही दिया। വിശുദ്ധ പൗലോസ് ഓർപ്പിക്കുന്നത് ये संत पौलुस ऐसे स्मरण दिलाता है കർത്താവ് തൻ ഗംഭീരനാദത്തോടും जब हमारा परमेश्वर का तुरी ललकार होगा, പ്രധാന ദൂതന്റെ ശബ്ദത്തോടും जब स्वर्गदूत के प्रधान दूत के शब्द होगा ദൈവത്തിന്റെ കാഹളനാദത്തോടും കൂടെ और जब स्वर्गदूत के तुरी फूका जाएगा സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. वो स्वर्ग से आप ही उतर आएगा। ഇവിടെ അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം നമുക്ക് കാണുവാൻ സാധിക്കും. यहाँ प्रेरित का गवाही को हम देख सकते हैं। അവസാനമായിട്ട് കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് अंतिम कौन प्रभु यीशु मसीह के दूसरा आगमन के बारे में गवाही देता है? അത് ദൈവത്തിന്റെ സഭയുടെ സാക്ഷ്യമാണ്. वो परमेश्वर के कलीसिया का एक गवाही है। എന്താണ് സഭയുടെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? ये कलीसिया का गवाही मतलब वो किसको दिखाता है? നമ്മളെല്ലാവരും തിരുവത്താഴം എടുക്കുന്നവരാണ്. हम सारे लोग प्रभु मेज में शामिल होते हैं। ഈ തിരുവത്താഴ ശുശ്രൂഷ കർത്താവിന്റെ വരവ് വരെ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ये जो प्रभु के मेज के हम जो शामिल होते हैं ये प्रभु का मेज केवल प्रभु यीशु मसीह के आगमन तक ही जारी रहेगा। തിരുവത്താഴം എടുക്കുമ്പോൾ നമ്മൾ എന്താണ് വിളിച്ചു പറയുന്നത്? जब हम प्रभु के मेज में शामिल होते हैं तब हम क्या बोलते हैं? കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. जब तक वो ना आता है तब तक हम उसके मृत्यु को स्मरण करते हैं। ആകയാൽ തിരുവത്താഴം എടുക്കുമ്പോൾ അത് വിളിച്ചു പറയുന്നത് കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ്. जब हम प्रभु के मेज में शामिल होते हैं तब ये बात पुकार कर कहा जाता है कि प्रभु यीशु मसीह का आगमन अभी तक नहीं आया है। വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ जब हम प्रकाशित वाक्य 22वां अध्याय में आते हैं യോഹന്നാൻ ഒരു ശബ്ദം കേൾക്കുകയാണ് ചെയ്യുന്നത്. वहां ये യോഹन्ना एक आवाज को सुनता है। പരിശുദ്ധാത്മാവും മണവാട്ടിയും ചേർന്ന് വിളിച്ചു പറയുന്നു. आत्मा और दुल्हन पुकार के कहती है। എന്താണ് അവർ ഒരുമിച്ച് വിളിച്ചു പറയുന്നറിയാമോ? ये चिल्लाकर क्या आत्मा और दुल्हन कहती है? വരിക, आ വരിക. आ ആമേൻ. കർത്താവ് യേശുവേ വരണമേ. आमीन। परमेश्वर यीशु मसीह तू आजा। സഭ സ്വർഗത്തേക്ക് നോക്കി വിളിച്ചു പറയുക. ये कलीसिया स्वर्ग की ओर देखकर चिल्लाकर कहती है। എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, इसको सुनने वाले प्यारे बहनों और भाइयों, കർത്താവിന്റെ വരവിനെ കുറിച്ച് ഞാൻ അനേക പ്രവചനങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. हम प्रभु यीशु मसीह के दूसरा आगमन के बारे में कई भविष्यवाणियों को हम देख सकते हैं। ചരിത്രം നമ്മൾ പഠിച്ചാൽ जब हम इतिहास को देखने के समय ഏത് കാലഘട്ടത്തിലുമുള്ള ഭക്തന്മാരുടെ ആഗ്രഹവും അഭിലാഷവുമായിരുന്നു കർത്താവിന്റെ മടങ്ങിവരവ്. हर एक समय में जीवन बिताए हुआ हर एक भक्तों का एक आग्रह और आशा प्रभु यीशु मसीह के दूसरा आगमन था। ചരിത്രകാരനായ അലക്സാണ്ടർ മക്ലറാൻ പറയുന്നത് ऐतिहासिक
अलेक्जेंडर मैकलेंडन ऐसे कहता है, ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ पहले सदी में रहने वाले मसीह लोग അവരുടെ മരണത്തെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ പറഞ്ഞതിനേക്കാളും കർത്താവിന്റെ വരവിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് പോലും. उसके मृत्यु और उसके स्वर्ग में उठा लिए जाने से बढ़कर यीशु मसीह के दूसरा आगमन के बारे में अधिक से अधिक वे बातें किए थे. അവർ രണ്ട് വിശ്വാസികൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാല് जब दो विश्वासी लोग जब आपस में मुठभेड़ करते हैं, അവർ പറയും മാറാനാഥ എന്ന് വിളിച്ചു. वे आपस में मिलने के समय मारानाथा, यीशु आता है, നമ്മുടെ കർത്താവ് വരുന്നുവെന്നാണ് അതിന്റെ അർത്ഥം. हमारा प्रभु यीशु मसीह आता है. ഒന്നാം നൂറ്റാണ്ടിലെ ദൈവമക്കൾ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. पहले सदी के लोग, हर एक लोग प्रभु यीशु मसीह के दूसरे आगमन के लिए वे इंतजार किए थे. നവീകരണ പ്രസ്ഥാനത്തിന്റെ ശുഭ്ര നക്ഷത്രമായിരുന്നല്ലോ മാർട്ടിൻ ലൂതർ. जब पूर्ण निर्माण के सुधार के चमक ने तारे होकर खा गया वह मार्टिन लूथर. മാർട്ടിൻ ലൂതർ കർത്താവിന്റെ വരവിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് ये അറിയാമോ? मार्टिन लूथर प्रभु यीशु मसीह के आगमन के बारे में क्या कहा था आप जानते हो? കർത്താവ് യേശുക്രിസ്തു ഇന്നലെ മരിച്ചു, हमारा प्रभु यीशु मसीह कल मर गया, ഇന്ന് ഉയർത്തെഴുന്നേറ്റു, आज तो जी उठा, നാളെ മടങ്ങി വരും. कल वो वापस लौटेगा. ആ പ്രത്യാശയോടുകൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. उसी आशा के साथ आज भी मैं जीवन बिताता हूँ. ഇത് മാർട്ടിൻ ലൂതറിന്റെ പ്രത്യാശയായിരുന്നു. ये मार्टिन लूथर का एक आशा होकर पाया गया. വിക്ടോറിയ രാജ്ഞിയുടെ ചരിത്രം നമ്മൾ പഠിച്ചാല് जब हम विक्टोरिया महारानी के इतिहास को पढ़ने के समय, ഇംഗ്ലണ്ടിനെ ഏറെക്കാലം ഭരിച്ച മഹാറാണിയാണ് वो വിക്ടോറിയ. इंग्लैंड देश को राज्य किया हुआ एक महारानी थी. വളരെ ഭക്തയും ധർമ്മിഷ്ഠയുമായിരുന്നു. वो एक फकीर होकर रही. തന്റെ കിരീടധാരണം കഴിഞ്ഞിട്ട് जब उसका मुकुट को धारण किया हुआ दिन को होने के बाद, താൻ തന്റെ പള്ളിയിലെ ചാപ്പളനെ വിളിച്ചു. तब उसने अपने चैपल में रहने वाले, नहीं तो गिरजाघर में रहने वाले फादरी को उसने बुलाई. ചാപ്പളന്റെ പേര് ഡീൻ ഫെറാർ എന്നാണ്. वो फादरी का नाम डी फरारी. ഡീൻ ഫെറാറിനെ വിളിച്ചിട്ട് വിക്ടോറിയ രാജ്ഞി ഇപ്രകാരം പറഞ്ഞു. डी फरारी को बुलाकर ये विक्टोरिया महारानी ने ऐसे देखकर उसको कहा, യേശു ക്രിസ്തു മടങ്ങി വന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. यीशु मसीह यदि वापस आने से, ചാപ്പളൻ ചോദിച്ചു, इस फादरी ने उसको देखकर कहा, മഹാറാണി കിരീടധാരണം കഴിഞ്ഞ ഉടനെ എന്താണ് അങ്ങനെ സംസാരിക്കുന്നത്? आपको तो अभी मुकुट धारण कर दिया, अभी यीशु मसीह आने से ऐसा कैसा अच्छा रहेगा? താൻ ഇപ്രകാരം മറുപടി പറഞ്ഞു. वो तुरंत उसने अपने फादरी को देखकर ऐसे उत्तर दिया, കഴിഞ്ഞ ദിവസം യേശുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് സന്ദേശം ഞാൻ കേട്ടു. कल प्रभु यीशु मसीह के वापस लौटने के बारे में मैंने सुना है. കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വന്നിരുന്നെങ്കിൽ यदि प्रभु यीशु मसीह वापस लौट जाने से, എന്റെ തലയിലിരിക്കുന്ന ഈ കിരീടം അവന്റെ കാൽക്കൽ കൊണ്ടുവച്ചിട്ട് मेरे सर में रहने वाले मुकुट को निकालकर मैं उसके चरणों में रखकर, ആ കാൽക്കൽ ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിച്ചു പോകുന്നു. मैं उसके चरणों में बैठकर रहने के लिए मैं आग्रह करती हूँ. ആ ഭക്തിയുടെ പ്രത്യാശ അങ്ങനെയായിരുന്നു. देखिए उसके उस विक्टोरिया रानी के अंदर रहने वाले आशा को देखिएगा. എലിസബത്ത് രാജ്ഞി രണ്ടാമനെ സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ, जब ये एलिजाबेथ रानी दोबारा उस स्थान में वो आने के समय, 1953 നടന്ന സംഭവം, जब 1953 साल में हुआ एक घटना था. എലിസബത്ത് രാജ്ഞിയുടെ കിരീടധാരണം കഴിഞ്ഞു. ये एलिजाबेथ रानी को मुकुट दे दिया गया കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ശുശ്രൂഷകൾ നിർവഹിച്ചു. और उसके लिए संचालक को, एक सेवक को ठहरा दिया, ആർച്ച് ബിഷപ്പ് ജോഫ്രി ഫിഷർ അവസാനമായി പ്രസംഗം ആരംഭിച്ചു. जो अंतिम तौर से जोस रेफिशियल ने अपने प्रचार को आरंभ किया. ആ സന്ദേശത്തിൽ എലിസബത്ത് രാജ്ഞിയോടായിട്ട് ജോഫ്രി ഫിഷർ ഇപ്രകാരം പറഞ്ഞു. उस संदेश में जोस रेफिशियल नामक वो संचालक सेवक उस एलिजाबेथ रानी को देखकर ऐसे कहा, മഹാറാണി, महारानी, കിരീടം ധരിപ്പാൻ അവകാശമുള്ള ഒരുത്തൻ വരുന്നുണ്ട്. इस मुकुट को धारण करने योग्य एक व्यक्ति बहुत ही जल्दी आने वाला है. കിരീടം ധരിപ്പാൻ അവകാശമുള്ള ഒരുത്തൻ വരുന്നുണ്ട്. इस मुकुट को धारण करने के योग्य एक व्यक्ति बहुत ही जल्दी आने वाला है. അതുവരെയും ഈ കിരീടം അങ്ങേ ധരിക്കുവാൻ ഞാൻ वो ഏൽപ്പിക്കുന്നു. आने तक आप इस मुकुट को धारण कर लीजिएगा. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, इसको सुनने वाले मेरे प्रिय भाइयों और बहनों, അനേക ലക്ഷം ഭക്തന്മാർ പ്രത്യാശയോടെ ജീവിച്ച അക്കരെ നാട്ടിൽ കടന്നു. कई भक्त लोग आशा के साथ इस संसार में जीवन बिताकर इस दुनिया को छोड़कर चले गए हैं. ഏത് കാലഘട്ടത്തിലുള്ള ഭക്തന്മാരുടെ ആഗ്രഹം ആവേശമായിരുന്നു യേശുവിന്റെ മടങ്ങി വരവ്. हर एक युग के लेने वाले हर एक लोगों का आशा
प्रभु यीशु मसीह के दूसरा आगमन होकर पाया ഈ गया। അവസാന കാലത്ത് ഞാനും നിങ്ങൾ കാത്തിരിക്കുന്ന കർത്താവിന്റെ മടങ്ങിവരവിന് വേണ്ടി इस समय में भी आप और मैं इंतजार करते हैं ताकि हमारा प्रभु यीशु मसीह जल्दी से जल्दी आ जाए। പക്ഷെ എന്തുകൊണ്ട് കർത്താവിന്റെ വരവ് താമസിക്കുന്നു? लेकिन हमारा प्रभु यीशु मसीह का आगमन क्यों देर हो रहा है? തിരുവെടുത്ത് നമ്മൾ പഠിച്ചാൽ जब हम परमेश्वर के वचन में आते हैं, കർത്താവിന്റെ മടങ്ങിവരവ് താമസിക്കുന്നതിന് രണ്ട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. परमेश्वर के वापस लौटने के लिए देरी होने का दो कारण प्रभु के वचन में हम देख सकते हैं। 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ जब हम दूसरा पत्रस 3 अध्याय के 9वां वचन में आते हैं, ഇവിടെ വിശുദ്ധ പത്രോസ് ഇപ്രകാരം പറയുക, वहां संत पत्रस ऐसा कहता है, ആരും നശിച്ചു പോകാതെ कोई भी नाश नहीं होना है, എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചിട്ട് ताकि हर एक लोगों के लिए मन फिराने का एक मौका हो। നമ്മുടെ കർത്താവ് ദീർഘക്ഷമ കാണിക്കുക. हमारा प्रभु यीशु मसीह धीरज के साथ बात जोता है। എന്തുകൊണ്ട് കർത്താവ് വരുവാൻ താമസിക്കുന്നു? क्यों हमारे प्रभु यीशु मसीह का आगमन के लिए देर होता है? ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. हमारा प्रभु यीशु मसीह ऐसा आग्रह नहीं करता कि इस संसार में कोई एक व्यक्ति भी नाश हो में। ഒരു വ്യക്തി പോലും നരകത്തിൽ പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. प्रभु यीशु मसीह ऐसे आग्रह नहीं करता कि इस संसार में कोई एक व्यक्ति भी नरक जा पहुंचे। സ്നേഹവാനായ ദൈവം മനുഷ്യനെ ശിക്ഷിക്കുവാൻ ഒരു നരകം സൃഷ്ടിച്ചിട്ടുമില്ല. हमारा प्रभु प्रेमी यीशु मसीह जब इस संसार को बनाया तब उसने नरक को कदापि नहीं बनाया। അവിടെ കർത്താവ് അല്പം കൂടെ താമസിപ്പിക്കുകയാണ്. हमारा प्रभु यीशु मसीह अब और भी थोड़ा देर करता है ഒരു പാപി കൂടെ മാനസാന്തരപ്പെടുന്നെങ്കിൽ ആയിക്കൊള്ളട്ടെ, ताकि एक भी पापी उसको मन फिराने के लिए एक मौका मिल जाए। കർത്താവ് ഈ ബിലാസ്പൂർ പട്ടണത്തെ സ്നേഹിക്കുന്നു. प्रभु यीशु मसीह बिलासपुर शहर को प्रेम करता है। ഇവിടെ ചില ജീവിതങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട്. इस शहर में रहने वाले हर एक आत्माओं को प्रभु चाहता है। അതുകൊണ്ടാണ് കർത്താവിന്റെ വരവ് ഒരു അല്പം കൂടെ താമസിപ്പിച്ചിരിക്കുന്നത്. इसीलिए प्रभु यीशु मसीह अपने वापस लौटने के उस दिन को और भी देर डाला है। ഒരു വ്യക്തി പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. प्रभु यीशु मसीह ऐसा आग्रह नहीं करता कि हमारे बीच में कोई एक व्यक्ति का नाश हो। പ്രിയ സഹോദരി സഹോദരന്മാർ, നിങ്ങൾ ആരും യാദൃശ്യമായിട്ട് ഇവിടെ കടന്നു വന്നവരല്ല. प्रेमी प्रभु के भाई बहनों, आज इस स्थान में आप अचानक नहीं आए हो। കർത്താവ് തന്നെയാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. प्रभु यीशु मसीह ने आपको इस स्थान में लेकर आया है, കാരണം കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. क्योंकि प्रभु के लिए आप जरूरत है। രണ്ടാമത് കർത്താവിന്റെ വരവ് താമസിക്കുന്ന കാരണം എന്താണ്? दूसरा, प्रभु यीशु मसीह का आगमन का देर क्यों होता है? അപ്പോസ്തല പ്രവൃത്തി 3:21 വാക്യം നമ്മൾ വായിക്കുമ്പോൾ जब हम प्रेरितों का काम 3 अध्याय के 21 पद में आने के समय നമ്മൾ ഇപ്രകാരം പഠിക്കുന്നു, वहां हम ऐसे पढ़ते हैं, ദൈവം ലോകാരംഭം മുതൽ वहां प्रभु यीशु मसीह इस जगत के आरंभ से पहले വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചതൊക്കെയും നിവർത്തിക്കപ്പെടേണ്ടിയിരിക്കുന്നു. बाप दादाओं के द्वारा कहा गया हुआ हर एक भविष्यवाणी के वचन को पूरा होना है। കർത്താവിന്റെ വരവിനെ കുറിച്ച് വിശുദ്ധ പ്രവാചകന്മാർ പ്രവചിച്ച സകലതും നിവർത്തിക്കപ്പെടുന്നത് വരെ കർത്താവിന്റെ വരവ് താമസിക്കും. भविष्य वक्ताओं के द्वारा दिया गया हुआ हर एक वाचा पूरा होने तक प्रभु यीशु मसीह का आगमन देर होगा। ഞാനും നിങ്ങളൊന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിലേക്ക് വരുമ്പോഴേ मैं और आप जीवन बिताने वाले इस समय काल में हम आ पहुंचने के നമ്മുടെ समय അവസാന കാലഘട്ടത്തിൽ വന്നിരിക്കുക. आज हम प्रभु यीशु मसीह के अंतिम समय में हम आ पहुंचे हैं। കർത്താവിന്റെ വരവിനോട് നമ്മൾ അടുത്തിരിക്കുകയാണ്. हम प्रभु यीशु मसीह के आगमन के निकट हम आ पहुंचे हैं। ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ കർത്താവിന്റെ വരവ് അടുത്തുപോയി എന്നുള്ള വിളിച്ചു പറയുകയാണ്. इस संसार के होने वाले हर एक घटना इस बात को उल्लेख करता है कि हमारा प्रभु यीशु मसीह का आगमन बहुत ही निकट आ पहुंचा है। വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ जब हम लूका सुसमाचार 21 अध्याय में आते हैं, അതിന് 25 26 വാക്യങ്ങൾ യേശുദമ്പുരാൻ ഇപ്രകാരം പറഞ്ഞു, वहां हमारा पिता प्रभु यीशु मसीह ऐसे कहा, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകുവാൻ ഇടയായിത്തീരും. सूरज, चंद्रमा और तारागण में उसके कई चिन्हों को हम देख सकते हैं। ഇതൊക്കെ വാക്യങ്ങൾ വായിക്കേണ്ടതാ, പക്ഷേ സമയക്കുറവുകൊണ്ട് വായിക്കാതെ വിട്ടുപോവുകയാണ്. ये सारे वचन को पढ़ने के लिए आग्रह है, लेकिन समय कमी होने के कारण हम पढ़ नहीं सकते हैं। ആകയാൽ നിങ്ങൾ ദയവായി സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കണമേ. इसलिए आप ध्यान के साथ प्रभु के वचन को सुनना। അവിടെ യേശു എന്താണ് പറയുന്നത്? वहां प्रभु यीशु मसीह क्या कहा? സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. सूरज में, चंद्रमा में और तारागण में उसके कई चिन्हों को आप देख पाओगे। കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം മനുഷ്യർക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. इस समुद्र में
रहने वाले हर एक हलचल के कारण संसार में रहने वाले लोगों के अंदर रहने वाले शांति भंग हो जाएगा। ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും. संसार के आकाश में रहने वाले हर एक सामर्थ हिल जाएगी। ഇത് കണ്ടിട്ട് ये सारे बातों को देखने के बाद ലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് ഓർത്തിട്ട് ये संसार में क्या घटने वाला है करके सोचकर മനുഷ്യന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. मनुष्य के लिए हर एक लोगों को दिल का दौरा पड़ जाएगा। പ്രിയ സഹോദരി സഹോദരന്മാരെ, प्रिय भाइयों और बहनों, ഞാനും നിങ്ങൾ ഇന്ന് വന്നെത്തിയിരിക്കുന്ന കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. मैं और आप पहुंचा हुआ इस काल के बारे में हमें पढ़ना होगा। സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങൾ അവരുടെ ലക്ഷ്യങ്ങൾ കണ്ടു തുടങ്ങി. ये सूरज में, चंद्रमा में और तारागण में कई चिन्हों को हम देख पाएंगे। ആകാശത്തിന്റെ ശക്തികൾ കിളക്കം തട്ടിക്കൊണ്ടിരിക്കുന്നു. आकाश में रहने वाले हर एक सामर्थ्य वो हिलने लग गया है। മനുഷ്യന്റെ ഹൃദയത്തിൽ പരിഭ്രമം പിടിച്ചിരിക്കുകയാണ്. ये संसार में रहने वाले, जीवन बिताने वाले हर एक लोगों का हृदय कांप उठता है। ചുറ്റുപാടുകളെ നോക്കി നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരാവണം. जब हम चारों तरफ रहने वाले घटनाओं को हम देखने के समय, യേശു ഒരിക്കൽ പരീശന്മാരോട് പറഞ്ഞു, एक समय फरीसियों को देखकर यीशु मसीह ने कहा, വൈകുന്നേരം ആകാശം ചുമന്ന് കണ്ടു കഴിഞ്ഞാൽ आप जब शाम के समय इस आकाश को आप देखने के समय നല്ല തെളിവുണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു. आप देखकर बोलेंगे मौसम अच्छा है। കാലത്ത് മൂടിച്ചുമെന്ന് കണ്ടാൽ जब आप उसको घेरा हुआ देखेंगे, മഴക്കോൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ अभी പറയുന്നു. बारिश आने वाला है करके कहते हैं। ആകാശത്തിന്റെ ഭാവങ്ങളെ വിവേചിക്കുവാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ यदि आप आकाश के चिन्हों को देखकर समझ सकते हैं तो ഈ കാലത്തിന്റെ ലക്ഷണങ്ങളെ നിങ്ങൾക്ക് വിവേചിച്ചുകൂടായോ? इस काल के युग के बारे में आप क्यों समझ नहीं सकते हो? ഈ കാലത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾ വിവേചിക്കുന്നവരാവണം. इस काल के नहीं तो इस युग के होने वाले हर एक घटनाओं के बारे में हमें समझना होगा। ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ആഗോള താപനം. इस संसार के सबसे बड़ा दिक्कत है तापमान। സൂര്യന്റെ ചൂട് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. इस संसार में रहने वाले हमारे सूरज का तापमान को कोई नियंत्रण में नहीं ला पाता है। രാഷ്ട്ര നേതാക്കന്മാർ കൂടിച്ചേർന്ന് അതിനുവേണ്ടി ഉച്ചകോടി നടത്തുകയാണ്. कई शासी लोग मिलकर उसके लिए जांच पड़ताल करते हैं। ഈ അടുത്തിടയ്ക്ക് നടന്ന സംഭവങ്ങൾ കേട്ടല്ലോ. आप अभी तात्कालिक होने वाले घटनाओं को आप सुने होंगे। പാരീസിൽ നടന്ന ഉച്ചകോടിയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങി. ये सारे बातों को देखने के समय अमेरिका वो पीछे की ओर चला गया। അതിന്റെ അനന്തരഫലം എന്തായിരിക്കും? उसका प्रतिफल क्या होकर पाया जाएगा? വീണ്ടും അന്തരീക്ഷ വായുവിൽ ചൂട് വർദ്ധിക്കാൻ പോകുകയാണ്. आज ये संसार में रहने वाले अंतरिक्ष में तापमान बढ़ने वाला है। ചൂട് കുറയ്ക്കാനുള്ള ക്രമീകരണങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. जितना तापमान को घटाने के लिए प्रयास करते हैं, ये हर एक प्रयत्न निष्फल होकर बदलता है। വാഹനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. क्योंकि वाहन बढ़ता जाता है ഫാക്ടറികളിൽ നിന്ന് കാർബൺ പുറത്തേക്ക് വരുന്നു. और कई फैक्ट्रियों से कार्बन बढ़ता है। മരങ്ങൾ വെട്ടിക്കളയുന്നു. कई जगह में पेड़ को काटा जाता है। അന്തരീക്ഷത്തിൽ കാർബണിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. आप अंतरिक्ष को देखने के समय कार्बन बढ़ता जा रहा है। സൂര്യന്റെ ചൂട് നിയന്ത്രിക്കുവാൻ इस സാധിക്കുന്നില്ല. संसार में रहने वाले सूरज का जो गर्माहट तापमान वो बढ़ता जा रहा है, कोई नियंत्रण नहीं कर पाता। ഈ വിഷയത്തെക്കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടന പഠനം നടത്തി. जब इसके बारे में जो वैज्ञानिक लोग उसके बारे में जब पढ़ाई किया, UN പഠനം നടത്തി. UN जब यूएन लोग उसके बारे में पढ़ाई किया, ആ പഠന റിപ്പോർട്ടിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. उसके पढ़ाई में उन्होंने दो शिक्षा को निकाला। സൂര്യന്റെ ചൂട് ഈ നിലവാരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ऐसा यदि ये सूरज तापमान में बढ़ता जाएगा तो ആഗോളതാപനം കുറയുന്നില്ലെങ്കിൽ यदि इसको कोई नियंत्रण में नहीं ला पाता है तो 1950 ആകുമ്പോഴേക്കും 1950 साल में 1950 ആകുമ്പോഴേക്കും 1950 साल में ഭൂമിയിൽ ഇന്ന് കാണുന്ന 4 സസ്യങ്ങൾ ഉണ്ടായിരിക്കത്തില്ല. इस संसार में 1/4 भाग में जीवन बिताने वाले कोई जीव जंतु जीवित नहीं रहेंगे। 4 ജന്തുക്കളും ഉണ്ടായിരിക്കത്തില്ല. कोई प्राणी जीवित नहीं रहेंगे। മുഴുവനും നശിച്ചു പോകുവാനിടയായി. सारे जीव जंतु नाश किया जाएगा। നമുക്കിപ്പോൾ തന്നെ അറിയാം, अभी भी हम जानते हैं ധ്രുവപ്രദേശങ്ങളിലുള്ള ജീവികളൊക്കെ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. इस संसार में रहने वाले कई जीव प्राणी जो है वो उसके वंश घटता जाता है और नाश होता जाता है। ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് 2017 अभी आप और मैं 2017 साल में जीवन बिताते हैं। 2050 ആകുമ്പോഴേക്കും यदि 2050 साल में हम पहुंचने तक സസ്യജാലങ്ങളിലെ ജീവജന്തുക്കളിലും 4% ഭൂമിയിൽ കാണത്തില്ല. इस पृथ्वी में संसार में रहने वाले हर एक जीव प्राणियों में
एक चौथाई भाग में रहने वाले अधिकांश लोग वे मर जाएंगे। ഇത് നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയരുത്. इसको हम साधारण तौर से नहीं टुकराना चाहिए। ഇത് UN കണ്ടുപിടിക്കുന്നതിന് മുമ്പിട്ട് യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്. ये UN लोग इसका जांच पड़ताल करके ढूंढ निकालने के पहले ही प्रेरित रोना इसके बारे में वो लिख कर रखा है। വെളിപ്പാട് പുസ്തകം 8-7 വാക്യത്തിലേക്ക് വരുമ്പോൾ जब हम प्रकाशित वाक्य 8वां अध्याय के 7वें वचन में आने के समय നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് ശേഷം वहां प्रभु यीशु मसीह के दूसरा आगमन होने के बाद ദൈവത്തിന്റെ ന്യായവിധി ഭൂമിയിലേക്ക് അയക്കും. परमेश्वर का न्याय इस पृथ्वी के पास पहुंचेगा। അവിടെ യോഹന്നാൻ കാണുന്നത് वहां प्रेरित योना इसे देखता है। ഒന്നാമത്തവൻ തന്റെ കാഹളമൂതി पहला स्वर्गदूत अपने तुरी को फूकेगा। അപ്പോൾ ഭൂമിയിൽ 1/3 വെന്തുപോയി. तब ये संसार में रहने वाले 1/3 भाग जलकर राख किया जाएगा। വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി. पेड़ में 1/3 भाग नाश किया जाएगा എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. और हर एक हरा घास नाश किया जाएगा। എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, इसको सुनने वाले प्रिय भाइयों और बहनों, ഭൂമിയിൽ 1/3 വെന്തുപോയി എന്ന് തിരുവെടുത്ത് പറയുമ്പോൾ यहाँ जब परमेश्वर का वचन पवित्र शास्त्र में 1/3 भाग जलकर राख किया जाएगा करके कहने के समय 4/1 വെന്തുപോകുമെന്ന് ശാസ്ത്രം പറയുന്നു. यहाँ इतिहास या वैज्ञानिक लोग ऐसे कहते हैं 1/4 भाग नाश किया जाएगा। 4/1 3/1 ഒരു കാര്യം ഉറപ്പാണ്, वो 1/3 रहने दो या 1/4 भाग रहने दो, लेकिन एक निश्चय है कि इस संसार में रहने वाले हर एक भाग जो है नाश किया जाने वाला है। ഭൂമിയിൽ ഒരു വലിയ നാശം സംഭവിക്കാൻ इस പോകുകയാണ്. संसार में एक बड़ा नाश पहुंचने वाला है। സൂര്യന്റെ ചൂട് കുറയുവാൻ പോകുന്നതുമില്ല. इस संसार में रहने वाले हमारे सूरज का तापमान घटने वाला नहीं है। വെളിപ്പാട് 16:8 വരുമ്പോൾ जब हम प्रकाशित वाक्य 14 के 8 में आने के समय അവിടെ സൂര്യന്റെ ചൂട് ഇനിയും കൂടുമെന്ന് എഴുതിയിരിക്കുന്നത്. वहां ऐसे लिखा गया है कि सूरज में रहने वाला तापमान और भी अधिक से अधिक बढ़ता जाएगा। തീ കൊണ്ട് മനുഷ്യനെ ചുടുവാൻ സൂര്യന് അധികാരം ലഭിച്ചു. वहां प्रकाशित वाक्य 16 अध्याय के 8वां वचन में वहां मनुष्य को आग के द्वारा भस्म किया जाएगा करके लिखा गया है। അത്യുഷ്ണത്താൽ മനുഷ്യൻ വെന്തുപോയി എന്ന് പറഞ്ഞിരിക്കുന്നു. वहां बड़ा तापमान के द्वारा लोग या मनुष्य जाति जलकर राख किया जाएंगे करके लिखा गया है। പ്രിയ സഹോദരി സഹോദരന്മാരെ, प्रिय भाइयों और बहनों, ലോകം ഒരു വലിയ വിനാശത്തിലേക്ക് നീങ്ങുകയാണ്. ये संसार विनाश की ओर आगे बढ़ता जा रहा है। ആകാശത്തിന്റെ ശക്തികൾ കിളക്കം इस തട്ടിക്കൊണ്ടിരിക്കുന്നു. आकाश के हर एक सामर्थ्य वो हिलने लग गया है। UN റിപ്പോർട്ടിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ये UN के रिपोर्ट के दूसरा भाग ऐसा कहता है, ഈ നിലവാരത്തിൽ സൂര്യന്റെ ചൂട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ यदि ऐसे सूरज के तापमान अधिक से अधिक बढ़ते जाने पर അന്റാർട്ടിക്ക ഉൾപ്പെടെയുള്ള ഹിമപ്രദേശങ്ങളിലെ മഞ്ഞ് ഉരുകും. ये अंटार्कटिका नामक कहा जाने वाले जो बर्फीली जगह है वहां के बर्फ जो है वो पिघलने लग जाएगा। അതുരുകി സമുദ്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ जब वो बर्फ पिघलकर समुद्र में आएगा, സമുദ്രജലത്തിന്റെ അളവ് 61 മീറ്റർ കണ്ട് ഉയരുവാനിടയായി ये തീരും. समुद्र के जो जल जो है, पानी जो है 61 मीटर वो ऊंचाई में बढ़ता जाएगा। 6 മീറ്റർ വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ यदि 6 मीटर पानी भी उसके तट में बढ़ता है तो ലണ്ടൻ സിറ്റി വെള്ളത്തിന് അടിയിലായി പോകും. ये पूरा लंदन शहर जो है वो पानी के नीचे चला जाएगा। ന്യൂയോർക്ക് സിറ്റി വെള്ളത്തിന്റെ അടിയിലായി പോകും. न्यूयॉर्क शहर पानी के नीचे चला जाएगा। ഞങ്ങൾ താമസിക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയില് हम कोची में रहते हैं। കൊച്ചി സമുദ്രത്തിൽ നിന്ന് 1.5 മീറ്റർ ഉയരത്തിലാണ്. ये कोची जो है समुद्र से 1.5 मीटर ऊंचाई में रहता है। 2 മീറ്റർ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ यदि 2 मीटर अधिक यदि ये जल ऊपर जाएगा तो എല്ലാം വെള്ളം കുടിച്ച് ചാവുമെന്ന് ഉറപ്പാണ്. सारा कोची शहर जो है जल में डूब जाएगा। പ്രിയ സഹോദരി സഹോദരന്മാരെ, प्रिय भाइयों और बहनों, അതിന്റെ ലക്ഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. उसका हर एक चिन्ह आरंभ हो गया है। 2017 ജൂലൈ മാസം 2017 ജൂൺ മാസം 2017 जून महीना में 4-ാം തീയതി चौथा ദീപിക എന്ന മലയാള പത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. दीपिका करके कहने वाले मलयालम पत्रिका में ऐसा लिखा गया था। സ്വാൻസി യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റുകൾ നടത്തിയ ഒരു പഠനമാണ്. शनशिन यूनिवर्सिटी में ऐसे वैज्ञानिक लोगों ने ऐसे एक आविष्कार ढूंढ निकाला। എന്താണ് ആ പഠന റിപ്പോർട്ട് എന്ന് അറിയാമോ? उसका आविष्कार क्या था जानते हो? ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുമലയാണല്ലോ അന്റാർട്ടിക്ക. इस अंटार्कटिका करके कहने वाला जगह जो है इस संसार में या इस भूमि में सबसे ज्यादा बर्फीली जगह है। അതിനകത്ത് വലിയൊരു വിള്ളൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. वहां सबसे बड़ा एक दरार आ गया है। ഏതാണ്ട് 11 മൈൽ ദൂരത്തിൽ ആ വിള്ളൽ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. उसका 11 मील दूरी एक बड़ा दरार आ गया है। ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ यदि ऐसे ही वो आगे जाने അത് पर പല കഷണങ്ങളായിട്ട് മുറിയും.
वो कई भाग होकर वो पिघलने लगेगा അതൊരിക്കൽ സമുദ്രത്തിലേക്ക് പോകുവാൻ और वो ഇടയായിത്തീരും. पिघल कर समुद्र में जा मिलेगा। പ്രിയ സഹോദരി സഹോദരന്മാരെ, प्रिय भाइयों और बहनों, ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും വലിയ ആളാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. ये संसार में जीवन बिताने वाले सबसे बड़ा वैज्ञानिक स्टीफन हॉकिंस करके कहा हुआ एक ആൽബർട്ട് वैज्ञानिक है। ഐൻസ്റ്റീൻ കഴിഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആണ് സ്റ്റീഫൻ ഹോക്കിംഗ്. वो सबसे बड़ा इस संसार में रहने वाला एक वैज्ञानिक है, वो ये स्टीफन हॉकिंस। ഇന്നും താൻ ജീവനോടെയുണ്ട്. आज भी वो संसार में जीवित है। താൻ അടുത്ത കാലത്ത് രണ്ട് കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. वो इस संसार में दो बातों को दृढ़ता के साथ कहता है। ഒന്നാമത്തെ കാര്യം, पहला वो ऐसा कहता है, സൂര്യന്റെ ആയുസ് ये सूरज का आयु जो है പരമാവധി 1000 വർഷം കൂടെ മാത്രമേ वो ഉണ്ടായിരിക്കത്തുള്ളൂ. लगभग 1000 साल तक रह सकता है। രണ്ടാമത് താൻ പറഞ്ഞിരിക്കുന്നത്, दूसरा वो ऐसा कहता है, ഭൂമിയിൽ ഒരു 200 വർഷം കൂടെ മാത്രമേ മനുഷ്യന് വസിക്കുവാൻ इस കഴിയത്തുള്ളൂ. पृथ्वी में लगभग 200 साल ये लोग इस संसार में जीवन बिता सकते हैं। അതുകൊണ്ട് താൻ ശാസ്ത്രലോകത്തോട് പറഞ്ഞിരിക്കുകയാണ്, इसीलिए वो वैज्ञानिकों से उन्होंने ऐसा कहा, ചൊവ്വയിലോ ചന്ദ്രനിലോ മനുഷ്യാധിവാസ യോഗ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊള്ളുവാൻ. इसीलिए वो तारागण में या वो ऊपर ब्रह्मांड में रहने वाले लोगों को रहने के लिए तैयारी को उसने कहा। ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, इसलिए प्रिय भाइयों और बहनों, ലോകത്തിന്റെ അവസ്ഥ എന്താണ് നമ്മൾ ചിന്തിച്ചു നോക്കണം. हम ये सारे बातों को देखकर ये संसार का अवस्था क्या होने वाला है करके समझना चाहिए। 2013 ഡിസംബർ മാസം 15-ാം തീയതി 2013 साल के दिसंबर महीने के 15 तारीख को എല്ലാ ദേശീയ മാധ്യമങ്ങളിലും ലണ്ടനിൽ നിന്നുള്ളൊരു ന്യൂസ് പുറത്തു വരികയുണ്ടായി. वहां ऐसे एक बात को उल्लेख किया गया। ആ ന്യൂസ് ഇപ്രകാരമായിരുന്നു, वो क्या था, പ്രപഞ്ചം ചുട്ടുപഴുത്ത് ये पूरा ब्रह्मांड नष्ट किया जाकर അത് ചുരുങ്ങി ഒരു ഫുട്ബോളിനോളമായി തീരുന്നു. वो सब वो छोटा होकर एक फुटबॉल के समान हो जाएगा। അത് ചുരുങ്ങി ഒരു ഫുട്ബോളിനോളമായി തീരും. वो छोटा होकर फुटबॉल के समान बदल जाएगा ഒടുവിൽ അത് പൊട്ടിത്തെറിച്ച് ഇല്ലാതെയായി തീരും. और आखिरी में वो फटकर वो कुछ नहीं के समान हो जाएगा। പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു കോണിൽ അതിന്റെ വിനാശം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന്. ये संसार में या इस पृथ्वी जो भूमंडल है उसके कई कोने में वो विनाश आ पहुंचा है। പ്രിയ സഹോദരി സഹോദരന്മാരെ, इसलिए प्रिय भाइयों और बहनों, ഭൂമിയുടെ ഭാവി ഒരിക്കലും സുരക്ഷിതമല്ല. ये संसार कदापि एक सुरक्षित जगह नहीं है। സൂര്യന്റെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നു. ये सूरज का तापमान बढ़ता जा रहा है। ആകാശത്തിന്റെ ശക്തികൾ കിളക്കം തട്ടിക്കൊണ്ടിരിക്കുന്നു. आकाश के हर एक सामर्थ पिघलने लग गया है। ആസന്ന ഭാവിയിൽ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന രണ്ട് വിപത്തുകളെ കുറിച്ച് ശാസ്ത്രലോകം ഭയപ്പെടുകയാണ്. वर्तमान में इस संसार में होने वाले दो बातों के प्रति ये संसार डरते हुए कांपते हुए पाया जाता है। രണ്ട് അതിഭയങ്കരമായ വിപത്തുകൾ ലോകത്ത് സംഭവിക്കുമെന്ന് ശാസ്ത്രലോകം ഭയപ്പെടുന്നു. ये वैज्ञानिक लोग दो घटना के प्रति एक बड़ा भयानक डर के साथ पाए जाते हैं। അതിൽ ഒന്നാമത്തേതാണ് അതിശക്തമായ സൗരവാദം എന്ന് പറഞ്ഞിരിക്കുന്നത്. उसका सबसे पहला जो है वो सूरज का एक तूफान करके कहा गया है। സൂര്യനിൽ നിന്നും സൗരവാദം സോളാർ സ്ട്രോം ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. सूरज से सौर्य तूफान को वहां से निकलेगा करके वे बोलते हैं। നമുക്ക് ഈ ചാർട്ടിലേക്ക് വരുമ്പോൾ അത് കാണാൻ സാധിക്കുന്നു. इस चार्ट में पहले चित्र में आप उसके बारे में देख सकते हो। ഈ ചാർട്ടിൽ സൂര്യനിൽ നിന്ന് പ്രവഹിക്കുന്നതായ സോളാർ സ്ട്രോം സൗരവാദത്തിന്റെ ചിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു. वहां सूरज से निकलने वाले एक तूफान, नहीं तो सौर तूफान को आप देख सकते हो। എന്താണ് ഈ സൗരവാദം എന്ന് ചോദിച്ചാല്, ये सौर तूफान क्या है करके यदि आप पूछने से, സൂര്യന്റെ ഉപരിതലത്തിന് ഫോട്ടോസ്ഫിയർ എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത്. ये सूरज के अंदर फोटोस्फीयर नामक एक ऊर्जा उसके अंदर पाया जाता है। സൂര്യന്റെ അന്തരീക്ഷത്തിന് കൊറോണ എന്നും പേര് പറഞ്ഞിരിക്കുന്നു. और ये सूरज के चारों तरफ कोरोना पाया जाता है। ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, यदि ये दोनों को हम जोड़ने के समय സൂര്യന്റെ ഉപരിതലമായ ഫോട്ടോസ്ഫിയറിലുള്ളതിനേക്കാൾ ചൂട് അന്തരീക്ഷമായ കൊറോണയിലുണ്ട്. ये सूरज के अंदर रहने वाले फोटोस्फीयर से बढ़कर ये उसके चारों तरफ रहने वाले कोरोना में उससे भी बड़ा ऊंचा या गर्माहट पाया जाता है। സാധാരണ ഉപരിതലത്തിൽ ചൂട് അന്തരീക്ഷത്തിൽ കുറവുമാണ് വരേണ്ടത്. साधारण तौर से देखने के समय अंतरिक्ष में थोड़ा ही गर्माहट पाया जाता है। പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. यदि हम यहाँ देखने के समय ഉപരിതലത്തിലെ ചൂടിനേക്കാൾ അന്തരീക്ഷത്തിൽ സൂര്യന് ചൂട് കൂടുതലാണ്. यहाँ देखने से बढ़कर अंतरिक्ष में भयानक गर्माहट बढ़ता हुआ पाया जाता है। സൂര്യന്റെ ഉപരിതലത്തിലെ ചൂട് जब हम सूरज के अंदर रहने वाले गर्माहट को देखने के समय 5500 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ 2500 डिग्री सेल्सियस गर्माहट पाया जाता है। അതിന്റെ അന്തരീക്ഷത്തിലെ ചൂട്
जब उसके अंतरिक्ष के गर्माहट को देखने के 20 समय ലക്ഷം ഡിഗ്രി സെൽഷ്യസിലപ്പുറമാണ്. 20,000 लाख डिग्री सेल्सियस का बड़ा तापमान गर्माहट पाया जाता है. അതിന്റെ കാരണം എന്താണെന്ന് ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. उसका कारण क्या है करके वैज्ञानिक लोग भी नहीं पहचान पा रहे हैं. മണിക്കൂറുകൾ 40 ലക്ഷം മൈൽ വേഗതയിൽ സൂര്യനിൽ നിന്ന് കാറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 1 घंटे में लगभग 40 लाख गर्माहट इस सूरज से बाहर निकलता है. 1859 ഈ സൗരവാതം ഭൂമിയിൽ പതിച്ചു. 1858 में एक बार ये सूर्य तूफान ये पृथ्वी में आया था. നിങ്ങൾ ചിന്തിച്ചു 1.5 നൂറ്റാണ്ടിനപ്പുറമാണ്. आप सोच सकते हैं ये 150 साल के पहला का घटना है. അന്ന് ലോകം വലുതായിട്ട് വളർന്നിട്ടില്ല. उस समय लोग ये संसार उतना आधुनिकता में बड़ा नहीं था. വലിയ ഇലക്ട്രിക് ഉപകരണങ്ങളൊന്നും തന്നെ ഇല്ല. उस समय इस इलेक्ट्रिसिटी या इस बिजली का उतना सुविधा नहीं रहा. പക്ഷെ അതുകൊണ്ട് വലിയ ആപത്ത് ലോകത്ത് സംഭവിച്ചില്ല. उसके कारण उतना ज्यादा एक मुश्किल हमने नहीं सामना किया. പക്ഷെ 1.5 നൂറ്റാണ്ടിനിപ്പുറം लेकिन अभी ये 150 साल के बाद अभी हम देखने के ഇതേ समय സൗരവാതം ഭൂമിയിൽ വന്ന് പതിച്ചാൽ यदि इस प्रकार के एक सूरज तूफान भूमि- इस संसार में आने पर ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കും? ये पृथ्वी का अनुभव क्या होगा? വാർത്താവിനിമയ സംവിധാനം മുഴുവനും തകരാറിലായി തീരും. बातचीत या यहाँ से वहाँ बातचीत करने वाले हर एक बातचीत का जो अनुभव जो है वो काटा जाएगा. വൈദ്യുതി പ്രവാഹം പൂർണ്ണമായിട്ട് നിലയ്ക്കുവാനിടയായി തീരും. बिजली का हर एक बंद किया जाएगा. കറണ്ട് ഉണ്ടായിരിക്കത്തില്ല, वहाँ बिजली नहीं रहेगा, AC ഉണ്ടായിരിക്കത്തില്ല, एसी भी काम नहीं करेगा, ഹീറ്റർ ഉണ്ടായിരിക്കത്തില്ല, हीटर भी काम नहीं करेगा, കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കത്തില്ല, कंप्यूटर भी काम नहीं करेगा, മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കത്തില്ല, हमारे हाथ में रहने वाले इंटरनेट- मोबाइल फोन काम नहीं करेगा, ഇന്റർനെറ്റ് ഉണ്ടായിരിക്കത്തില്ല, इंटरनेट भी काम नहीं करेगा, GPS ഉണ്ടായിരിക്കത്തില്ല, हमारे जीपीएस जो है वो भी काम नहीं करेगा, വെളിച്ചം ഉണ്ടായിരിക്കത്തില്ല. ज्योति भी नहीं रहेगा. ഇങ്ങനൊരു അവസ്ഥയിൽ എങ്ങനെ ജീവിക്കാം? यदि ऐसे अवस्था में हम पहुंचेंगे तो कैसे जीवन बिताएंगे? ലോകം ഒരു വലിയ വിപത്തിനെ ഭയപ്പെടുകയാണ്. ये संसार ऐसे एक भयानक घटना के लिए डरता हुआ है. അപകടകാരിയായ ഒരു സൗരവാതം സൂര്യന് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. एक सबसे बड़ा भयानक घटना ये सूरज से निकलने वाला है. അത് ഭൂമിയിൽ പതിച്ചാൽ ഭൂമിക്ക് വൻ നാശമുണ്ടാകുവാൻ ഇടയായിത്തീരും. ये पृथ्वी में आकर ये पृथ्वी में एक बड़ा भयानक विनाश को लेकर आने वाला है. 2018 വേനൽക്കാലത്തില് जब 2018 साल में आने के समय ഒരു സൗരപേടകം നാസ സൂര്യനിലേക്ക് അയക്കാൻ പോകുകയാണ്. वहां एक उपग्रह को नासा में भेजने वाले हैं. ഡോക്ടർ എറിക് ക്രിസ്റ്റ്യൻ ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. डॉक्टर एरिक क्रिश्चियन ने इसको संचालक किया है. താൻ പറയുന്നത് उसने ऐसा कहा, സൂര്യന്റെ ഉപരിതലം വരെ ചെല്ലുവാൻ ഒരിക്കലും സാധിക്കത്തില്ല. सूरज के पास ये उपग्रह को कदापि हम नहीं लेकर जा सकते हैं. കഴിയുന്നിടത്തോളം അതിന്റെ അന്തരീക്ഷത്തിൽ അടുത്തു ചെന്ന് സംഭവത്തെ പഠിക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. हम सबसे निकट लेकर जाकर ये पढ़ाई को हम ढूंढने निकाल पाएंगे. ശാസ്ത്രലോകം എത്രമാത്രം ഭയപ്പെടും നിങ്ങൾ ചിന്തിച്ചു आप നോക്കിയാൽ. सोच के देखिएगा ये वैज्ञानिक लोग कितना उसके प्रति डरते हैं. ലോകം ഭയപ്പെടുന്ന മറ്റൊരു സംഭവമാണ് കോസ്മിക് സുനാമി എന്ന് പറഞ്ഞിരിക്കുന്നത്. ये संसार डरने वाला दूसरा घटना है भूमंडल में या ब्रह्मांड में होने वाले सुनामी. ലോകത്തിന് ഭയങ്കരമായ ഒരു കോസ്മിക് സുനാമി സംഭവിക്കാൻ പോകുന്നു. ब्रह्मांड में होने वाले सुनामी उसको कॉस्मिक सुनामी होकर कहा जाता है. इसके बारे में वैज्ञानिक लोग डरते हैं. റോയൽ അസ്ട്രോണമിക് സൊസൈറ്റിയുടെ ജേണലിൽ അത് സംബന്ധിച്ചുള്ളതായ വാർത്തയുണ്ടായിരുന്നു. रॉयल एस्ट्रोनॉमिक संचालक ऐसे एक कहावत है, ऐसे एक आविष्कार करके उन्होंने कहा. അതിലെന്താണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? वहां उन्होंने उसमें क्या कहा? ഭൂമിയെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കുവാൻ കഴിയുന്ന കോസ്മിക് സുനാമി വരുന്നുണ്ട്. वो इस पृथ्वी को 1 मिनट में नाश करने वाले कॉस्मिक सुनामी या एक ब्रह्मांड सुनामी इस पृथ्वी में आने वाला है. നമ്മൾ ഈ ചാർട്ടിലേക്ക് വരുമ്പോൾ അത് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. इस चार्ट को दूसरे चित्र में उसके बारे में हम देख सकते हैं. ഒരു കോസ്മിക് സുനാമി അവിടുന്ന് പുറപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. यहाँ एक ब्रह्मांड में आने वाले सुनामी इस जगह से निकला है करके आप देख सकते हो. സയന്റിസ്റ്റുകൾ അത് റൗണ്ട് ചെയ്ത് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് यहाँ चारों तरफ रहने वाले उस भाग को आप देखने के समय അത് പ്രവഹിക്കുന്ന പ്രവാഹത്തിന്റെ ആരംഭത്തെ കാണുവാൻ സാധിക്കുന്നു. उसके बहाव के आरंभ को वहां आप देख सकते हो. ഈ സുനാമിക്ക് ഭൂമിയുടെ 2 ഇരട്ടി വലിപ്പം ഉണ്ടായിരിക്കുമെന്നാ പറയുന്നത്. यहाँ हम देखने के समय अभी आने वाले सुनामी जो है अब तक हुआ सुनामी के दुगना भाग अधिकांश सुनामी होगा. എവിടെ നിന്നാണ് ഈ സുനാമി വരുന്നത്? ये सुनामी कहां से आरंभ होता है? ഇത് കടന്നു വരുന്നത് സൂര്യനിൽ നിന്നല്ല. ये सुनामी सूरज से नहीं आएगा. ഭൂമി ഉൾപ്പെടുന്നതായ ഒരു ക്ഷീരപഥം അഥവാ മിൽക്കി വേ ഉണ്ട്. यहाँ
पृथ्वी के साथ रहने वाले ग्रह को हम देख सकते हैं। ഇതിനടുത്ത് മറ്റൊരു സൗരയൂഥമുണ്ട്. ये पृथ्वी के साथ रहने वाले एक आकाश गंगा को हम देख सकते हैं। അതിന്റെ പേര് പെർസിയൂസ് എന്നാണ്. उसको आकाश गंगा के नाम में कहा जाता है। ഈ പെർസിയൂസിൽ നിന്നാണ് ഈ കൂറ്റൻ സുനാമി പുറപ്പെട്ടിരിക്കുന്നത്. ये आकाश गंगा करके कहा जाने वाले इस द्वीप से ही ये सुनामी निकलता है। പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. यहाँ एक सवाल उठता है, ഭൂമിക്ക് ചുറ്റും ഒരു കാന്തിക വലയമുണ്ട്. यहाँ पृथ्वी के चारों तरफ चुंबक खींचने वाले का अनुभव है। ആ കാന്തിക പ്രഭാഗത്താൽ ഈ സുനാമിയെ ഭൂമിയിലേക്ക് വലിച്ചാകർഷിക്കും. ये पृथ्वी के अंदर रहने वाले एक चुंबकीय शक्ति रहने के कारण ये सुनामी को ये चुंबक खींच के अपनी ओर खींचेगा। അങ്ങനെ അത് ഭൂമിയിലേക്ക് വലിച്ചാകർഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ यदि ऐसे ये पृथ्वी का चुंबक इस सुनामी के अपनी ओर खींचने के समय കടൽ വെള്ളം ഇരച്ച് കരയിലേക്ക് കയറുവാനിടയായിത്തീരും. ये सुनामी जो है वो समुद्र की ओर निकल जाएगा। ഭൂമിക്ക് ഭയങ്കരമായ നാശം സംഭവിക്കും. ये पृथ्वी में एक सबसे भयानक विनाश आएगा। ആ കോസ്മിക് സുനാമിയെ ശാസ്ത്രലോകം ഭയപ്പെടുകയാണ് ये ചെയ്യുന്നത്. कॉस्मिक सुनामी या इस ब्रह्मांड में आने वाले सुनामी के बारे में वैज्ञानिक लोग डरते हैं। എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, इसको सुनने वाले प्रिय भाइयों और बहनों, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, हमारा प्रभु यीशु मसीह आने वाला है। ആകാശത്തിന്റെ ശക്തികൾക്ക് ഇളക്കം സംഭവിക്കും. इस आकाश में रहने वाले हर एक सामर्थ को हिलाएगा। കടലിന്റെ ഓളത്തിന്റെ മുഴക്കം നിമിത്തം മനുഷ്യന് നിരാശയുണ്ടാകും. इस संसार में रहने वाले समुद्र के हिलने के कारण लोगों के लिए बेचैनी होगा। ഒരു കാലത്ത് കടലെന്ന് പറഞ്ഞാൽ അമ്മയെന്നാണ് മനുഷ്യൻ വിളിച്ചിരുന്നത്. एक समय समुद्र को देखकर माँ के समान पुकारते थे। കേരളത്തിൽ കൊല്ലം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. केरला में कोल्लम नामक एक जगह है। അവിടെ കടൽ തീരത്ത് നമ്മുടെ വിശ്വാസികളുടെ വീടുകളുണ്ട്. वहाँ समुद्र के तट में हमारे विश्वासियों का घर था। ഞാനിവിടെ കർത്താവിന്റെ വേല ചെയ്യുമ്പോഴേ मैं जब वहाँ सेवा कर रहा था, കടൽ ഭിത്തിയോട് ചേർന്ന് വീടുള്ള ഒരു വിശ്വാസിയുടെ വീട്ടിൽ പോയി. वहाँ एक समुद्र के तट में समुद्र के बगल में रहने वाले एक विश्वासी के घर में मैं जा पहुंचा। സമുദ്രത്തിലെ വെള്ളം വന്ന് അതിൽ അടിക്കുന്നത് കേട്ട് നമ്മുടെ ഹൃദയം തകർന്നു പോകും. जब समुद्र का हर एक लहरें उस घर में आकर मारता है, उसको देखने के समय हमारा जीवन का जी निकल जाता। അത്ര ശക്തമായിട്ടാണ് കടൽ വെള്ളം വന്ന് ഭിത്തിയിൽ അടിക്കുന്നത്. इतना सामर्थ के साथ ये लहरें आकर मारती है। ഒരിക്കൽ നമ്മുടെ ഒരു പാസ്റ്റർ കസാരയിട്ട് മുറ്റത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. एक समय हमारा पास्टर जी एक कुर्सी डालकर उसके घर के बाहर बैठे थे। കടൽവെള്ളം പൊക്കി ഒരൊറ്റ അടി അടിച്ചു. वो किनारे में ये लहरें ऊपर से आकर एक मार मारा। പാസ്റ്ററെ മുഴുവൻ ഒരു കുളിപ്പിച്ചിട്ടാണ് വീട്ടിൽ വിട്ടത്. पास्टर को पूरे तरह से गीला करके नहलाकर भेज दिया। ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, मैंने उस भाई को देखकर पूछा, നിങ്ങൾ എങ്ങനെയാ ധൈര്യമായിട്ട് ഈ വീട്ടിനകത്ത് ഇരിക്കുന്നത്? मैंने पूछा आप कितना हिम्मत के साथ ये घर के अंदर पड़े हैं। താൻ എന്നോടൊരു യാഥാർത്ഥ്യം പറഞ്ഞു. उन्होंने ऐसे एक सच्चाई को कहा। 2004 ഡിസംബർ മാസം 26-ാം തീയതി 2014 वर्ष के दिसंबर महीने के 26वां दिन में ഇന്തോനേഷ്യയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട സുനാമി കടൽ തിരകൾ इंडोनेशिया से निकला वो जो सुनामी जो निकला था, ഈ തീരത്തെ വിഴുങ്ങുന്നത് വരെ ये इस तट को निकलने के तक കടൽ ഞങ്ങളുടെ അമ്മയായിരുന്നു. वो ये समुद्र मेरा माँ के समान था। ഞങ്ങൾക്ക് കടലിന് ഭയമില്ലായിരുന്നു. ये समुद्र को देखकर हमारे लिए कोई പക്ഷേ डर नहीं रहा। ഇപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ തീയാണ്. आज भी ये समुद्र हमारे अंदर जलने वाला एक आग है। ഏത് സമയവും ഭയത്തോടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. हर समय अभी ये समुद्र को देखने के समय हम डर के साथ घबरा कर जीवन बिताते हैं। തിരുവെടുത്ത് എത്ര സത്യമാണ് വിളിച്ചു ये പറഞ്ഞിരിക്കുന്നത്. प्रभु का वचन कितना सच्चाई के साथ कहता है। മനുഷ്യന്റെ ഉള്ളിൽ നിരാശയോടുകൂടിയ പരിഭ്രമം. आज संसार में रहने वाले मनुष्य लोग निराश के साथ जीवन को बिताते हैं। ഭൂമിക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു? ये पृथ्वी में क्या घटना होने वाला है, ഓർത്തിട്ട് മനുഷ്യൻ അറ്റാക്ക് വന്ന് വീഴുകയാണ്. ये सबको सोचकर लोग अपने जीवन को गवाते हैं। നിങ്ങൾ ചിന്തിച്ചു നോക്കണം, മുൻകാലത്തേക്കാൾ ഹൃദയസ്തംഭനം വർദ്ധിച്ചു വരികയാണ്. इसके कारण लोगों का हृदय जो दृढ़ता के साथ था आज वो हिलता है। എന്റെ സഭയിൽ പുതുതായിട്ടൊരു വിശ്വാസി കടന്നു വന്നു. अभी हमारे इस कलीसिया में एक नया विश्वासी आया। താൻ ഒരു കാർഡിയോളജിക്കൽ ഡോക്ടറാണ്. वो एक डॉक्टर है। താന് ഡോക്ടറെ പണി നിർത്തി. वो अपने डॉक्टर के काम को रोक दिया। ഇപ്പോൾ MD-ക്ക് പഠിക്കാൻ തൃശൂർ മെഡിക്കൽ കോളേജിൽ പോയിരിക്കുക. अभी MD पढ़ाई के लिए वो तिरचूर मेडिकल कॉलेज में गया है। താനിപ്പോൾ ഡ്യൂട്ടി ചെയ്യുന്നില്ല. अभी वो ड्यूटी काम नहीं करता। ഞാൻ ചോദിച്ചു, ഡോക്ടർ ബിജു എന്താണ് കാരണം? अभी मैंने उनको पूछा डॉक्टर बिजू कारण क्या है। താൻ എന്നോടൊരു യാഥാർത്ഥ്യം പറഞ്ഞു. उन्होंने एक सच्चाई मुझे देखकर कहा, പാസ്റ്റർ എത്രയോ ചെറുപ്പക്കാര്
എത്രയോ ചെറുപ്പ യൗവനക്കാർ, कितने जवान लोग, 25-28 വയസ്സുള്ളവര്, 25 और 28 साल के जवान लोग എന്റെ മുമ്പിൽ പിടഞ്ഞു വീണ് കിടന്ന് മരിക്കുകയാണ്. मेरे सामने तड़प तड़प पर मरते हैं. അവർക്ക് വേണ്ടി ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. उनके लिए हम कोई काम कुछ नहीं कर पाते. അവരുടെ വേദനയ്ക്ക് അവരുടെ ബന്ധുക്കളുടെ നിലവിളി കാണുവാൻ ഇനി എനിക്ക് വയ്യ. उनके हर एक रिश्तेदारों का दर्द को देखने के लिए मुझे नहीं होता है. ഹൃദയസ്തംഭന്റെ ഹാർട്ട് അറ്റാക്ക് അത്രമാത്രം വർദ്ധിച്ചു വരികയാണ്. उसके कारण मेरे दिल का दबाव, दिल का दौरा और भी अधिक बढ़ता जाता है. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാർ, इसलिए मेरे प्रिय भाइयों और बहनों, നാം ഒരു അന്ത്യ കാലഘട്ടത്തിലാണ് हम ജീവിക്കുന്നത്. एक आखिरी दिनों में हम जीवन बिताते हैं. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തുപോയി. हमारा प्रभु यीशु मसीह का आगमन बहुत ही निकट आ पहुंचा है. അതിന് ഏറ്റവും പ്രകടമായ അടയാളം യഹൂദനാണ്. उसके सबसे बड़ा निश्चय, एक चिन्ह यहूदी लोग है. കർത്താവിന്റെ വരവിന്റെ ഘടികാരമാണ് യഹൂദൻ എന്ന് പറയുന്നത്. प्रभु का वचन यहूदी लोगों को प्रभु यीशु मसीह के आगमन के लिए एक घड़ी के साथ तुलना करके कहते हैं. യഹൂദന്മാരുടെ ഉള്ളിൽ വലിയ ആവേശമുണ്ട്. इस यहूदी के अंदर एक बड़ा एक उत्साह है. ഓ മശിഹ വരാറായി, मेरा यीशु मसीह आने वाला है. ഒരു മശിഹയ്ക്ക് വേണ്ടി അവർ एक കാത്തിരിക്കുകയാണ്. मसीह के लिए वो इंतजार करता है. യെരുശലേമിലെ കിങ് ഡേവിഡ് ടോംബ് എന്ന് പറയുന്ന ഒരു സ്മാരകമുണ്ട്. यरूशलेम में ऐसा एक जगह है जिसको किंग डेविड कब्रिस्तान करके कहा जाता है. അത് ദാവീദ് രാജാവിന്റെ ശവകുടീരമാണ്. वो दाऊद राजा का एक कब्रिस्तान है. അത് മൗണ്ട് സിയോണിലാണ്. वो माउंट सियोन नामक एक जगह में है. അതിന്റെ സൂക്ഷിപ്പുകാരനായ ഒരു റബിയുണ്ട്. उसको गृह रक्षक होकर पा गया हुआ एक रबी है. തന്റെ പേര് റബി യൂസഫ് ബർഗർ എന്നാണ് തന്റെ പേര്. उसका नाम रबी यूसुफ बर्गर. താൻ പ്രവചിച്ചിരിക്കുന്നത് उसने ऐसे एक भविष्यवाणी किया 2022 മശിഹ പ്രത്യക്ഷമാകുമെന്ന്. 2022वां साल में मसीहा प्रकट होगा. ഇത് താൻ വെറുതെ പറഞ്ഞിരിക്കുകയല്ല. वो ऐसे ही साधारण तौर से कहा हुआ भविष्यवाणी नहीं है. 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മറ്റൊരു റബി ഉണ്ടായിരുന്നു. 12 शताब्दी में जीवन बिताने वाला और एक नबी था. മോസസ് ബർമായിമോൻ എന്നാണ് തന്റെ പേര്. उसका नाम मोसेस बर्माईमान. താൻ വലിയ പ്രവാചകനായിരുന്നു. वो एक बड़ा भविष्यवक्ता था. താൻ നടത്തിയ പ്രവചനങ്ങളും उसका भविष्यवाणी के साथ അസ്ട്രോണമിക്കൽ എവിഡൻസും വെച്ച് നോക്കിയിട്ട് और खगोलीय आविष्कार के द्वारा താൻ ചേർത്ത് പഠിച്ചിട്ട് പ്രവചിച്ചിരിക്കുകയാണ്. उसके साथ पढ़कर उसने ऐसा भविष्यवाणी किया 2022 നമ്മുടെ മശിഹ വെളിപ്പെടുമെന്ന്. 2022वां साल में हमारा मसीहा प्रकट होगा. യഹൂദൻ ഒരു മശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. एक यहूदी मसीहा के लिए इंतजार करता है. യഹൂദന്മാരുടെ ഇടയിലുള്ള ഇന്നത്തെ റബിമാരിൽ ഏറ്റവും പ്രായം കൂടിയ ഒരാളുണ്ട്. यहूदियों के बीच में एक सबसे बड़ा एक रबी है. ജെയിം കാൻവിസ്കി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. जेम कैनविस्की उसका नाम है. താൻ യഹൂദന്മാരോട് പറഞ്ഞിരിക്കുകയാണ്, उसने यहूदियों को देखकर ऐसा कहा, വീട്ടിലേക്ക് മടങ്ങി വരുവീൻ, तुम अपने घर की ओर लौटाओ, സ്വരാജ്യത്തേക്ക് മടങ്ങി तुम വരുവീൻ, अपने स्वदेश की ओर लौटाओ, മശിഹ വരാറായി. मसीह आने वाला है. റഷ്യയിലും ഫ്രാൻസിലുമുള്ള യഹൂദന്മാരെ മടക്കി വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു. वो हर एक फ्रांस और हर एक जगह में रहने वाले यहूदियों को वापस अपने घर की ओर बुलाता है. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാർ, इसको सुनने वाले भाइयों और बहनों, വിശുദ്ധ മത്തായി 24:32 जब हम मत्ती सुसमाचार 24वां अध्याय के 32वें वचन में आने നമ്മുടെ के समय, കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, वहां प्रभु यीशु मसीह ने ऐसे कहा, അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കുവീൻ, जब उस अंजीर के वृक्ष को देखकर एक दृष्टांत को सीखो, അതിന്റെ കൊമ്പുകൾ ഇളതായി ഇല തളിർക്കുന്നത് जब കാണുമ്പോൾ उसके डालियों को कोमल देखने के समय വേനൽ അടുത്തു വന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? प्रभु का आगमन निकट आ गया है करके हम जान सकते हो. ഇവിടെ യേശു എന്താണ് പറഞ്ഞിരിക്കുന്നത്? वहां यीशु मसीह ने क्या कहा? യഹൂദൻ കർത്താവിന്റെ വരവിനൊരു അടയാളമാണ്. यहूदी प्रभु यीशु मसीह के आगमन का एक चिन्ह है. അത്തി യഹൂദനെ വെളിപ്പെടുത്തി കാണിക്കും. यहाँ ये अंजीर का पेड़ यहूदी को दिखाता है. ഒരിക്കൽ ഈ അത്തി ഉണങ്ങിപ്പോയി, एक समय ये अंजीर सूखा हुआ था, എന്നാൽ യഹൂദൻ വീണ്ടും ശക്തി പ്രാപിക്കും. लेकिन ये यहूदी और एक बार दृढ़ और सामर्थ को हासिल करेगा. അതിന്റെ കൊമ്പുകൾ തളിർക്കും. उसका सामर्थ और एक बार बलवंत होगा. അത് പ്രബലപ്പെടുന്നത് കാണുമ്പോൾ और उसके बलवंत होने की बातों को देखने के समय ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കും. एक सच्चाई को हमें समझना होगा. കർത്താവിന്റെ വരവിനോട് അടുത്തിരിക്കുക. हमारा यीशु मसीह का आगमन बहुत ही निकट आ गया है. 1948 മെയ് മാസം 14 തീയതി 1948 के मई महीना के 13वां तारीख में ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കുമ്പോൾ जब इस्राएल एक राज्य होकर स्थापित किया गया, വെറും 7 ലക്ഷം യഹൂദന്മാരെ രാജ്യത്തുണ്ടായിരുന്നു. तब केवल 7 लाख यहूदी उस राज्य में पाए गए थे. വെറും 7 ലക്ഷം യഹൂദന്മാരെ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. केवल 7 लाख यहूदी इस्राएल में पाए गए थे. ഇന്ന് 80 ലക്ഷത്തിലധികം യഹൂദന്മാർ രാജ്യത്തുണ്ട്. लेकिन आज के तारीख में
80 लाख से अधिक यहूदी लोग इस्राएल के राज्य में आ पहुंचे हैं। 7 ലക്ഷത്തിൽ നിന്ന് 80 ലക്ഷത്തിലധികം യഹൂദന്മാർ സ്വരാജ്യത്തുണ്ട്. 7 लाख से शुरू हुआ ये इस्राएल का राज्य आज 80 लाख तक बढ़ गया है। ഇത് എവിടെ നിന്ന് കടന്നു വന്നു? ये कैसा आ पहुंचा? ആവർത്തനം 30ന്റെ 4ാം വാക്യത്തിലേക്ക് വരുമ്പോൾ जब व्यवस्था विवरण 30वां अध्याय का 4वां वचन में आने के समय ദൈവം മോശയോടൊരു നിയമം ചെയ്തിട്ടുണ്ട്. यहाँ प्रभु मूसा के साथ एक नियम देता है। ആ നിയമത്തിൽ മോശയോട് ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത്, वो नियम में परमेश्वर मूसा को देखकर ऐसा कहा, നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും यदि तेरा संतान इस आकाश के नीचे कहां भी बरबस बिखरे गए हैं तो भी നിന്റെ ദൈവമായ യഹോവ അവരെ അവിടെ നിന്ന് കൂട്ടിച്ചേർക്കും. तेरा परमेश्वर यहोवा उनको वहां से इकट्ठा करेगा, അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും. वहां से उसको वो ले आएगा। പ്രിയ സഹോദരി സഹോദരന്മാരെ, प्रिय भाइयों और बहनों, യഹൂദൻ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ചിതറപ്പെട്ടു പോയി. ये यहूदी लोग इस संसार के कई चारों तरफ बिखरे हुए थे, ദൈവമായ യഹോവ അവരെ സ്വരാജ്യത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. लेकिन परमेश्वर यहोवा उनको वापस अपने देश की ओर लौटाता है। യെശയ്യാവ് 12ന്റെ 2ാം വാക്യത്തിലേക്ക് 12ാം വാക്യത്തിലേക്ക് വരുമ്പോൾ यशायाह भविष्यवक्ता का पुस्तक 11 अध्याय के 12 वचन में माने के समय യെശയ്യാവ് നമ്മെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. वहाँ यशायाह भविष्यवक्ता ऐसे एक स्मरण दिलाता है, യഹൂദൻ മടങ്ങി വരുന്നത് കാണുമ്പോൾ यहूदी जब वापस लौट आएगा, जब आप उसको देखने के समय, അത് ജാതികൾക്കൊരു കൊടിയാണ്. वो इस राज्य के लिए एक झंडा है, ജാതികൾക്ക് വേണ്ടി ഉയർത്തപ്പെട്ട ഒരു കൊടിയാണത്. वो जातियों के लिए ऊपर ऊंचा किया हुआ एक, ആ കൊടിയെ നിങ്ങൾ നോക്കിക്കൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണം. उस झंडा को देखकर एक बातों को जान लगना है, ഇതാ കർത്താവിന്റെ വരവ് അടുത്തുപോയി. यीशु मसीह का आगमन निकट आ पहुंचा है। അവൻ ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുകയും वो इसराइल लोगों को इकट्ठा करके യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യും. यहूदियों में इधर उधर तितर बितर किए हुए लोगों को चारों तरफ वो इकट्ठा करेगा। കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ, इसलिए प्रिय भाइयों और बहनों, ഈ പ്രവചന അക്ഷരം പ്രതി നിവർത്തിച്ചുകൊണ്ട് ये वायदा, ये भविष्यवाणी का वचन वास्तविक तौर से पूरा होकर ലോകത്തിന്റെ നാനാഭാഗത്തുള്ള യഹൂദന്മാർ മടങ്ങി വന്നുകൊണ്ടിരിക്കും. इस संसार के चारों तरफ फैला हुआ यहूदी लोग इकट्ठा होते हैं। ഫ്രാൻസിൽ താമസിച്ച യഹൂദന്മാരുടെ വിശേഷം അറിയാമോ? जब आप फ्रांस में निवास किए हुए यहूदियों के बारे में आप देखने के ഒന്ന്, समय, ഫ്രാൻസ് സമ്പന്ന രാജ്യമാണ്. ये फ्रांस से बहुत ही धनी व അവിടുത്തെ ജീവിതം സുഖകരമായ ജീവിതമാണ്. वो सुख विलास के साथ जीवन बिताने वाला एक देश था। 2012 ലോകത്തിൽ വലിയ വിപ്ലവം ഉണ്ടായി. 2012 साल में संसार में एक बड़ा विनाश आ गया। ഡിസംബർ മാസത്തിൽ ലോകം അവസാനിക്കാൻ പോകുന്നുവെന്നൊരു വാർത്ത വന്നു. दिसंबर महीना में ये संसार नाश होने वाला है करके ऐसे एक पुकार हो गया। അത് പണക്കാരെന്താ ചെയ്തെന്നറിയാമോ? तब उस समय क्या हुआ मालूम है? ഫ്രാൻസിൽ പോയി വസ്തു വാങ്ങിച്ചു. सारे लोग फ्रांस में जाकर वस्तुओं को खरीदे। അവിടെ ബുഗാരഷ് എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. वहाँ बुगारिश करके कहने वाला एक सबसे बड़ा पहाड़ है। അവരുടെ വിശ്വാസം അനുസരിച്ച് उनका विश्वास के अनुसार ലോകം മുഴുവനും നശിച്ചാലും पूरा संसार नाश होने पर भी ബുഗാരഷ് ഒരിക്കലും നശിക്കത്തില്ല. ये बुगारिश कदापि नाश नहीं होगा। സമ്പന്നന്മാർ ബുഗാരഷിൽ പോയി വസ്തു വാങ്ങിച്ച് അവിടെ വീടുണ്ടാക്കി. सारे धनी लोग बुगारिश में जाकर घर खरीद कर वहाँ जाकर वास करने लगे। പക്ഷെ ഇന്ന് ഫ്രാൻസിന്റെ അവസ്ഥ എന്താ? लेकिन आज ये फ्रांस देश का अवस्था क्या है? ഭീകരവാദികൾ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ये आतंकवादी लोग वहाँ जाकर वास करते जा रहे हैं। ഭീകരവാദികളുടെ ആക്രമണ കേന്ദ്രമായി ഫ്രാൻസ് മാറി. आतंकवादी लोगों का हर एक आक्रमण का निशाना फ्रांस बदल गया है। ഇത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? उसका कारण क्या है कर आप जानते हो? യഹൂദനെ സ്വരാജ്യത്തേക്ക് മടക്കി വരുത്തുവാൻ ये यहूदियों को वापस अपने स्वदेश में लौटाना है। 2016 മാത്രം 2016 साल में लगभग 4000 യഹൂദന്മാർ ഫ്രാൻസിൽ നിന്നും ഇറങ്ങി വന്നു കഴിഞ്ഞു. 4000 लोगों से अधिक लोग फ्रांस से वापस अपना स्वदेश को लौटाए। സഫന്യാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ जब आप जकरिया के पुस्तक में हम आने के समय 3-ാമത്തെ 10ാം വാക്യത്തില് तीसरा अध्याय के 10वें वचन में ആഫ്രിക്കയിൽ നിന്നുള്ള യഹൂദന്മാരെ മടക്കി വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. क्या मेरे रहने वाले यहूदियों को भी वापस अपने स्वदेश में लाऊंगा करके कहा गया। അവിടെ നമ്മൾ എന്താണ് വായിക്കുന്നത്? वहाँ हम क्या पढ़ सकते हैं? ഊസ് നദിയുടെ അക്കരെ നിന്ന് उस नदी के उस जगह से എന്റെ നമസ്കാരികൾ എന്റെ ചിതറിപ്പോയവരുടെ ശവ മടങ്ങി വരൂ. मेरे लोग जो तितर पितर हो गए वो मेरे पास लौट आएंगे। ഊസ് നദി ഏതെന്നറിയാമോ? ये नदी किसको दिखाता है? നൈൽ നദി. वो नाइल नदी को दिखाता है। നൈൽ നദിയുടെ അക്കരെ എന്ന് പറയുമ്പോൾ എത്യോപ്യ. नाइल नदी के उस पार कहा जाए वाला वो देश एथियोपिया को दिखाता है। എത്യോപ്യയിൽ നിന്നുള്ള യഹൂദന്മാരെ ഞാൻ മടക്കി വരുത്തുമെന്ന് പ്രവാചകനെ സഫന്യാവ് അരുളി ചെയ്തു. यहाँ सफन्याह का पुस्तक लिखना
लिखने वाला भविष्यवक्ता कहता है इथियोपिया में रहने वाले लोगों को वापस मैं अपने देश में ले आऊंगा। 1984 1984 के साल में 91 और 91 साल में 99 और 99 साल में ഈ 3 വർഷങ്ങളിലായി ये 3 साल में എത്യോപ്യയിലെ യഹൂദന്മാരെ മടക്കി വരുത്തി। इथियोपिया में रहने वाले सारे यहूदियों को वापस अपने स्वदेश में लाया गया। 1984 जब 1984 साल में हम देखने के समय സുഡാന്റെ അഭയാർത്ഥി ക്യാമ്പില് जब सुडान के 15,000 യഹൂദന്മാരുണ്ടായിരുന്നു। 15,000 यहूदी लोग वहां वास किए थे। ഓപ്പറേഷൻ മോസസ് എന്ന സൈനിക നടപടിയിലൂടെ അവരെ യെരുശലേമിലേക്ക് മടക്കി വരുത്തി। ऑपरेशन मोसेस करके कहने वाले सैनिक लोगों के उनके संचालक के द्वारा ये 15,000 लोगों को वापस अपने स्वदेश में लाया गया। 1991 1991 साल में ഓപ്പറേഷൻ സോളമൻ എന്ന സൈനിക നടപടിയിലൂടെ ऑपरेशन सोलोमन करके कहा गया हुआ एक संचालक के द्वारा 20,000 യഹൂദന്മാരെ യെരുശലേമിലേക്ക് മടക്കി വരുത്തി। 20,000 यहूदी लोगों को वापस यरूशलेम में लाया गया। 1999 और 1999 साल में ശേഷിച്ച 3,000 പേരെ സ്വരാജ്യത്തേക്ക് മടക്കി और വരുത്തി। बचा हुआ 3,000 लोगों को भी यहूदियों के यरूशलेम में वापस लौटाया गया। ജാതികൾക്കൊരു കൊടി ഉയർത്തിയിരിക്കുന്നു। मैं तुम्हारे लिए एक झंडा को फैलाया हूँ। ഇത് കാണുമ്പോൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കോ। इसको देखने के समय एक सच्चाई को हमें समझना होगा। കർത്താവിന്റെ വരവടുത്തു പോയി। हमारा प्रभु यीशु मसीह का आगमन निकट आ ഈ पहुंचा है। സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ഒരു വിഷയം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ। ये एक और बात कहकर मैं अपने शब्द को खत्म करने के लिए चाहता हूँ। യിരെമ്യാവ് 31-22 വാക്യത്തിലേക്ക് വരുമ്പോൾ जब आप यिर्मयाह भविष्यवक्ता का पुस्तक 31वां अध्याय के 22वें वचन में माने के समय അവിടെ പ്രവാചകൻ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു। वहाँ भविष्यवक्ता एक बात को कहता है, ഇസ്രായേൽ കന്യകേ നീ മടങ്ങി വരിക। इस्राएल के लोगों तू वापस लौटाओ। ഇസ്രായേൽ കന്യകേ നീ മടങ്ങി വരിക। इस्राएल नारियों तुम वापस लौटाओ। നീ എത്രത്തോളം ഇങ്ങനെ ഉടന്നു നടക്കും? तुम कब तक वहाँ ठहरे रहोगी? യഹൂദന്മാരെ സ്വരാജ്യത്തേക്ക് വിളിക്കുകയാണ്। वहाँ यहूदियों को अपने स्वदेश की ओर वापस लौटाया है। അതിന് അടുത്ത വരിയിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, उसके आगे ऐसा लिखा गया है, യഹോവ ദേശത്തൊരു പുതുമ സൃഷ്ടിച്ചിരിക്കുന്നു। यहोवा परमेश्वर तुझे एक नया सृष्टि होकर बनाया है। യഹോവ ദേശത്തൊരു പുതുമ സൃഷ്ടിച്ചിരിക്കുന്നു। यहोवा परमेश्वर ने एक नया सृष्टि पृथ्वी में प्रकट हो गया हुआ। എന്താണ് ആ പുതുമയെന്നറിയാമോ? ये कौन सा प्रकट हुआ है? സ്ത്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കുന്നു। नारी पुरुष की रक्षा करेगी। സ്ത്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കുന്നു। नारी पुरुष की रक्षा करेगी। ഇന്ന് യെരുശലേം ദേശത്ത് ആ പുതുമ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു। आज यरूशलेम के देश में ये नया सृष्टि का प्रकट आप देख सकते हो। പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, प्रिय भाइयों और बहनों, ഈ ചാർട്ടിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാട്ടെ। आप तीसरा चार्ट में देखने के समय ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം यहाँ संसार में सबसे अधिक സുന്ദരിമാരായ വനിതകൾ സേവനം ചെയ്യുന്ന സൈന്യം ഇസ്രായേലിന്റേതാണ്। सबसे सुंदर नारियां सैनिक होकर सेवा करने वाला राज्य वो इस्राएल का राज्य है। ഇസ്രായേലിൽ സൗന്ദര്യമുള്ള സ്ത്രീകൾ സൈനിക സേവനം ചെയ്യുന്നു। इस्राएल में सबसे सुंदर नारियां सैनिक होकर वे सेवा करते हैं। ലയൺസ് ഓഫ് ജോർദാൻ എന്ന പേരിൽ ബറ്റാലിയൻ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്। लाइफ ऑफ जॉर्डन के नाम पर एक बटालियन को उन्होंने स्थापित किया है। ലയൺസ് ഓഫ് ജോർദാൻ എന്ന് പറയുന്ന ബറ്റാലിയൻ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്। लायंस ऑफ जॉर्डन के नाम पर रहने वाला बटालियन केवल स्त्रियों के लिए ठहराया हुआ है। ഇസ്രായേലിന്റെ നേവിയില് इसराइल में रहने वाले सैनिक, ഇസ്രായേൽ ഹോം ഗാർഡില്, और इसराइल में रहने वाला गृह रक्षक, ഇസ്രായേലിന്റെ ആർട്ടിലറിയില്, और इसराइल में रहने वाला तीर अंदाज मारने वाला, മിലിറ്ററി പോലീസില്, और जो सेना में रहने वाला सैनिक, ഇവിടെ എല്ലാ സ്ത്രീകളാണ് വേല ये ചെയ്തുകൊണ്ടിരിക്കുന്നത്। सारे लोग नारी लोग हैं। ഇതിനകം തന്നെ इसके अंदर 500-ലധികം സ്ത്രീകൾ വീരചരമം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു। उसके अंदर 500 लोगों से अधिक नारी लोग, स्त्री लोग जो है उन्होंने शहीदों का मौत मरकर किया है। ഈജിപ്തിന്റെ യോർദാന്റെ അതിർത്തിയില് यहाँ योरदान के तट में 1200 സ്ത്രീകളാണ് സൈനിക സേവനം ചെയ്യുന്നത്। 1200 स्त्री लोग सैनिक होकर वे सेवा करते हैं। ഒരു പുതുമ ദേശത്ത് ഇവ സൃഷ്ടിച്ചിരിക്കുന്നു। ये एक नया सृष्टि प्रकट हुआ है। സ്ത്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കുന്നു। नारी पुरुष की रक्षा करेगी। ഇസ്രായേൽ വനിതകളായിട്ടുള്ള സൈനികരോട് ഒരു ചോദ്യം ചോദിച്ചു। यहाँ इसराइल में सबसे बड़ा रहने वाले एक अधिकारी ने ऐसे एक सवाल पूछा, നിങ്ങൾ ഈ സൈനിക സേവനത്തിൽ തൃപ്തരാണോ? क्या आप ये सैनिक के ये रक्षा करने वाले रक्षा बल में आप तृप्त है क्या?
അവർ പറഞ്ഞ മറുപടി ഇതായിരുന്നു. उन्होंने ऐसे जवाब दिया, 35% സ്ത്രീകളും പറഞ്ഞത് 35 से अधिक स्त्रियों ने ऐसा कहा, ഞങ്ങൾ ഇവിടം വിട്ടേക്കാതെ യുദ്ധമുള്ളിടത്തേക്ക് അയക്കണം. हम तो यहाँ रहने से बढ़कर युद्ध के मैदान में रहने के लिए हम चाहते हैं, ഞങ്ങളെ സംഘർഷ മേഖലയിലേക്ക് അയക്കൂ. हमें युद्ध के मैदान में भेजिएगा, ഞങ്ങൾ അവിടെ പോയി യുദ്ധം ചെയ്യാം. हम युद्ध के मैदान में जाकर युद्ध करेंगे। എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരൻ, इसको सुनने वाले प्रिय भाइयों और बहनों, യെരുശലേമിൽ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. आज यरूशलेम में ये घटना हो रहा है। ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ये सारे घटनाओं को आप देखने के ഒരു समय യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി. एक सच्चाई को आपको समझना होगा, നമ്മുടെ കർത്താവിന്റെ വരവെടുത്തു പോയി. हमारे प्रभु यीशु मसीह का आगमन बहुत ही निकट आ पहुंचा നമുക്ക് है, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. इसलिए हमारे आंखों को बंद करेंगे। ഈ സന്ദേശം ഇവിടെ പൂർണ്ണമാകുന്നില്ല. आज ये संदेश इसके साथ खत्म नहीं होता। ഇന്ന് പ്രാരംഭ ദിവസമായതുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ. हम आज का पहला दिन है, इसीलिए इसी के साथ हम समाप्त करने के लिए चाहते നാളെ हैं। രാത്രി നമുക്ക് ആഴമായ കാര്യങ്ങളിലേക്ക് കടന്നുപോയി कल रात को और भी गहराई में हम जाने वाले हैं। നമ്മൾ കർത്താവിന്റെ വരവിനോട് അടുത്തിരിക്കണം. हम प्रभु यीशु मसीह के आगमन के निकट हम आ पहुंचे हैं। ഇന്ന് പോലൊരു ദിവസം കർത്താവ് യേശു ക്രിസ്തു കടന്നു വരും. आज यदि प्रभु यीशु मसीह प्रकट होने पर, അവന്റെ കാഹള ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങി यदि मध्य आकाश में उस तुरी की आवाज सुनाई देने से ഒരു വിഭാഗം ഭക്തന്മാർ ഇവിടെ നിന്ന് പറന്ന് സ്വർഗത്തിലേക്ക് एक झुंड संत लोग यहाँ से उड़कर मध्य आकाश में उठा लिए जाएंगे। ആരാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്? कौन उस स्वर्ग में जाएगा? പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചും മാനസാന്തരപ്പെട്ടവർ, जो कोई अपने पाप को इकरार करके प्रभु के सम्मुख में मन फिराता है, യേശു ക്രിസ്തുവിന് ഹൃദയം കൊടുത്തവർ, जो कोई अपने हृदय को प्रभु यीशु मसीह के लिए देता है, കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാപങ്ങളെ കഴുകി കളഞ്ഞവർ, यीशु मसीह के लहू के द्वारा अपने हर एक पापों को धुलकर पवित्र किया हुआ ഒരു लोग, വീണ്ടും ജനനം പ്രാപിച്ച് പുതിയ സൃഷ്ടികളായി തീർന്നു. एक नया जन्म लेकर एक नया सृष्टि होकर बने हुए लोग, ദൈവകൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം സ്വീകരിച്ചവർ, जो कोई परमेश्वर के आज्ञा को पालन करके बत्तीसवां लिए हुए लोग, സ്വർഗീയ ദാനമായ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, जो स्वर्ग का वरदान पवित्र आत्मा का अभिषेक प्राप्त किए हुए लोग, കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർ, जो कोई प्रभु यीशु मसीह के आगमन के लिए इंतजार करने वाले लोग, അവരെ ചേർക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വരും. उनको इकट्ठा करने के लिए प्रभु यीशु मसीह का दूसरा आगमन बहुत ही जल्दी होने वाला है। രാത്രി എത്ര ദൈവമക്കൾ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു? इस रात के समय कितने लोग उसके लिए आग्रह करते हैं? കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നവർ സ്വർഗത്തിലേക്ക് കടന്നു പോകും. ये प्रभु का आगमन के लिए उठा लिए जाने वाले एक दिन स्वर्ग की ओर उठा लिए ആ जाएंगे। വരവിൽ കൈവിടപ്പെട്ടു പോയി കഴിഞ്ഞാൽ यदि वो लोग हाथ छोड़ दिए गए हैं तो ഭയങ്കരമായി ശിക്ഷാവധിയിൽ അകപ്പെട്ടു പോകുവാൻ एक ഇടയായിത്തീരും. सबसे बड़ा शिक्षा या दंड उनके ऊपर आ पहुंचेगा। ദൈവ കോപത്തിനിരയായിത്തീരും. हम परमेश्वर के क्रोध का भागीदार होकर नहीं बदलना, അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുവാൻ वो हमारे जीवन में नहीं आना ഒരു चाहिए। നിമിഷം കണ്ണുകളെ അടച്ചിട്ട് एक मिनट के लिए हमारे आंखों को बंद करेंगे, ഹൃദയം യേശുവിന് കൊടുത്താട്ടെ. हमारे हृदय को प्रभु के लिए हम दे देंगे, നിന്റെ പാപങ്ങളെ യേശുവിനോട് ഏറ്റുപറഞ്ഞാട്ടെ. अपने पापों को प्रभु के ऐश्वर्य में कबूल करेंगे। നീ എത്ര വലിയ പാപിയാണെങ്കിലും आप सबसे बड़ा पापी हो सकते हैं, യേശുവിന്റെ രക്തത്തിന്റെ പാപങ്ങളെ കഴുകി കളയുവാൻ ശക്തിയുണ്ട്. आप प्रभु यीशु मसीह के लहू के द्वारा आपके हर एक पाप धुल सकता है। ഏറ്റുപറയുന്ന പാപം യേശു ക്ഷമിക്കും. आप जो पाप को इकरार करते हो हर एक पाप को प्रभु क्षमा करेगा। നിന്നെ തന്റെ മകനാക്കി താൻ ചേർത്തുകൊള്ളും. आपको प्रभु अपने पास इकट्ठा करेगा। നിന്റെ പേര് സ്വർഗത്തിൽ എഴുതുവാനിടയായി തീരും. आपके नाम को वो स्वर्ग में लिखने के लिए भागीदार होकर बदल देगा। തിരുവെടുത്ത പ്രകാരം വിളിച്ചു പറയുന്നു, परमेश्वर का शास्त्र ऐसा कहता है, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത അവനെ തീപ്പൊയ്യിൽ തള്ളിക്കളയും. वो परमेश्वर के उस जीवन के पुस्तक से उसके नाम को काट कर आग और गंधक जलने वाले झील में ढाल दिया जाएगा। ഒരു അഗ്നി നരകമുണ്ടെന്ന് മറന്നു പോകരുത്. एक आग और गंधक जलने वाले झील लेकर के नहीं भूलना। ഒരു വ്യക്തി പോലും അഗ്നി നരകത്തിൽ ചെന്ന് പണിക്കുവാനിടയായി തീരരുത്. कोई भी उस आग और गंधक जलने वाले झील में जाकर नाश नहीं किया जाना। ഇന്ന് രാത്രി നീ കരയുവാൻ നിനക്ക് കഴിയുന്നെങ്കിൽ यदि इस रात के समय यदि आप प्रभु की ओर देखकर पुकारने അത് पर നിനക്ക് സന്തോഷിക്കുവാനിടയായി തീരും. आपको ये पुकार एक दिन आनंद का दिन होकर बदल जाएगा। രാത്രി എന്റെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ यदि इस रात के समय अपने पाप को प्रभु के सम्मुख में इकरार करने കർത്താവ് पर നിന്നെ ശുദ്ധീകരിക്കുവാനിടയായി തീരും. प्रभु आपको पवित्र करने के लिए एक मौका बदल जाएगा। യേശുവിന്റെ രക്തം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. प्रभु यीशु मसीह का लहू हमारे बीच में आ पहुंचा है। സമർപ്പിച്ചു കൊടുക്കുന്ന ജീവിതങ്ങളെ കർത്താവ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. जो लोग समर्पण करते हैं उनके जीवन को वो बदलने वाला है। ഒരു നിമിഷം വായ് തുറന്ന ദൈവത്തോട് പറഞ്ഞാട്ടെ, एक मिनट अपने मुंह खोल के प्रभु की ओर देखकर बोलिएगा, കർത്താവേ, ഈ ലോകത്തിലെ സംഭവങ്ങളെല്ലാം വരവിനെ വിളിച്ചറിയിക്കണം. प्रभु ये संसार में पृथ्वी में होने वाले हर एक बातें तेरे आगमन के बारे में कहता रहता है। നിന്റെ വരവിൽ ഞാൻ നഷ്ടപ്പെട്ടു പോകാനിടയാവല്ലേ കർത്താവേ. प्रभु मैं तेरे आगमन में हाथ छोड़ दिया नहीं जाना चाहता हूं। ന്യായവിധിക്കിരയായി തീരുവാനിടയായി
ഇടയായി തീരല്ലേ കർത്താവേ? प्रभु मैं उस न्याय के दंड का भागीदार होकर नहीं बदलना चाहता हूँ। കർത്താവേ, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ प्रभु കർത്താവേ. मेरे पाप को तू क्षमा कर। നിന്റെ രക്തത്താൽ എന്റെ പാപങ്ങളെ കഴുകണമേ കർത്താവേ. तेरे लहू के द्वारा मेरे पाप को तू धो के पवित्र कर ഒരു दे। നിമിഷം ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ 1 मिनट के लिए प्रभु की ओर देखकर आप बोलिएगा, കരുണയുള്ള യേശു നിന്റെ അടുക്കൽ കടന്നു വന്നിട്ടുണ്ട്. दयालु प्रभु यीशु मसीह आपके पास आ गया നിന്റെ है। കണ്ണുനീര് കാണുന്ന യേശു ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. आपके आंसुओं को देखने वाला यीशु मसीह आपके पास आ गया है। ഭാരങ്ങൾ അറിയുന്ന യേശു ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. आपका यीशु मसीह आपके पास आ गया। In a world that's dying hungry, in a land of war and pain, who will go for Jesus? Who will bear his name? The decision lies in front of me, with the trial and the test. Children need the Savior, so with all my heart and soul I will say yes. I want to love